ദിവസം കർത്താവെ സൂം പ്ലാറ്റ്ഫോം വഴിയായി ഞങ്ങൾക്ക് തിരുമുഖത്തേക്ക് നോക്കുവാൻ ഒരുക്കുന്ന ഈ വലിയ അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവവുമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി അടുത്തു വരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് അടുത്തു വരുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നാഥ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആരാധനകൾ കർത്താവെ ഒരു ചടങ്ങായി മാറിപ്പോകാതെ അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അല്പസമയം നിന്നെ ആരാധിക്കുവാനായി പാട്ടുകളെ പാടി സ്തോത്രഗീതങ്ങളെ പാടി അവിടുത്തെ മഹത്വത്തെ അവിടുത്തെ നന്മയെ ചൊല്ലി കർത്താവെ അവിടുത്തെ ആരാധിക്കുവാൻ ഞങ്ങൾ തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പാട്ടുപാടി ഞങ്ങളെ ആരാധനയിൽ ലീഡ് ചെയ്യുവാനായി അവിടുത്തെ ദാസനെ അവിടുന്ന് ഒരുക്കിയിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്റർനെറ്റിന്റെ തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകാതെ കർത്താവെ ഈ ആരാധന മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണം. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവര് തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ വലിയ നാമത്തില് വന്ദനം ചൊല്ലുന്നു. നമ്മൾക്കൊരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾക്ക് അല്പസമയം പാട്ടുകളെ പാടി കർത്താവിനെ ആരാധിക്കാം. വീഡിയോ ഓൺ ചെയ്യാമെന്നവര് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പാസ്റ്റർ ബിനോയ് ചാരുതയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിന് വേണ്ടി അത്യധികം പ്രവർത്തിക്കുകയും ഗാനങ്ങളെയും മറ്റ് ശുശ്രൂഷകളും ചെയ്യുന്ന ദാസനെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഇരിക്കാം. പാട്ടുകൾ അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തോട് കൂടെ പാടി നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാം. പാസ്റ്റർ ബിനോയ് ചാരുത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചില നാൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശക്തമായ മഴ പുറത്ത് നടപ്പുണ്ട്. എങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല മുഖാന്തരങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പ്രിയ തോമസ് അങ്കിളിനെ ഓർത്തും എൻ്റെ അന്യയൊക്കെ ഓർത്ത് കർത്താവിൽ സ്തുതിക്കുന്നു. വീണ്ടും ഇവരോടൊപ്പം ഒരു വേദി പങ്കിടുവാൻ സൂമിലൂടെയാണെങ്കിലും കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ആളുകൾ പാടി ആരാധിക്കുന്ന, പാടി സന്തോഷിക്കുന്ന, ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ പോകുമ്പോൾ ആ പാട്ടൊന്ന് പാടാമോ എന്നാവശ്യപ്പെടുന്ന ഒരു ഗാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം. എന്നെ നടത്തും ആ പൊന്നുകരമോ. കുറുകാത്ത, നമ്മെ നയിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ തലോടുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പുലർത്തുന്ന കർത്താവിൻ്റെ അദൃശ്യമായ കരം. യോസഫിൻ്റെ ജീവിതത്തിൽ അനേക തിക്താനുഭവങ്ങൾ വരുമ്പോഴൊക്കെ അവിടെ വായിക്കുന്നൊരു വാക്യമുണ്ട്, യഹോവ അവനോട് കൂടെയിരുന്നു. അതിൻ്റെ മുമ്പ് ഒരു എന്നാലെന്നൊരു വാക്കുണ്ട്. എന്നാൽ. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങൾ വരട്ടെ, പ്രതിസന്ധി വരട്ടെ, എന്നെ കേൾക്കുന്ന സൂമിലൂടെ ആരെങ്കിലും, ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതൊക്കെ പ്രശ്നമാകട്ടെ, ഏത് തന്നെ പ്രതിസന്ധിയാകട്ടെ, എന്നാൽ യഹോവ അവനോട് കൂടെയിരുന്നു. നമ്മെ നടത്തുന്ന ആ കരത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഗാനം പാടുന്നു. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശ്രമിക്കാം. എന്നെ നടത്തും ആ പൊന്നുകരമോ. എന്നെ നടത്തും ആ പൊന്നുകരമോ, ഒരു നാളിലും കുറുകിയിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നുകരമോ, ഒരു നാളിലും കുറുകിയിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതനിക്കുണ്ട്, ഒരു നാളും
മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും, ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും, ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഓ പ്രൈസ് ഗോഡ്. എനിക്ക് ആശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും ആ വാതിൽ ഒരിക്കലും അടയുകയില്ല. എന്റെ തല ചായ്പാൻ ഒരു മാർവിടമുണ്ട്. ആ ചൂട് നൽകും യേശുവിന്റെ മാർവ്. അവിടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരമുണ്ട്. അവിടെ എല്ലാത്തിനുള്ള ആശ്വാസമുണ്ട്. പ്രൈസ് ഗോഡ്. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട്. ഒരു നാളിലും വാതിലടയുകില്ല. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട്. ചൂടു നൽകും യേശുവിൻ മാർവ്. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും, ആ ഭുജബലത്താൽ നടത്തിയതാ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും, ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ചേർന്ന് പാടാമോ? അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ. എന്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. ആദിയില്ല തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ചേർന്ന് പാടാം. ഓ ആദിയില്ല തെല്ലും ഭീതിയില്ല, ആദ്യനുമേ യേശു അന്ത്യനുമേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതൊന്നുമില്ലേ.
അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിയിടും. നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റക്കുറച്ചിലല്ല നമ്മെ ഇന്ന് ജീവനോടെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്ത ദൈവം. എത്ര നല്ല ദൈവമാണ്. നമ്മുടെ ഭാവി അറിയുന്ന, ഭാവിയെപ്പറ്റി ആരെങ്കിലുമൊക്കെ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, അല്പം കൂടെ അങ്ങൊന്ന് ചേർന്ന് വായിക്കുമ്പോൾ കാണുന്നത് ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ എന്നെ അറിഞ്ഞു. ആ കർത്താവിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ്. അടുത്ത ഒരു പ്രത്യാശ ഗാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. ഈ ഗാനം ശരിക്കും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ ഈ ദിവസങ്ങളിൽ ഒത്തിരി ഹോണ്ട് ചെയ്യുന്നൊരു ഗാനമാണ്. പാട്ടുപ്രകാരമാണ്: കാഹളനാദം കേട്ടിടാറായി, ദൂതരിൻ സംഘം വന്നിടാറായി, നാമും ഒരുങ്ങുക മേഘത്തേരിൽ പകർന്നു പോകാൻ. എൻ്റെ യേശു വന്നിടും തുടങ്ങുന്ന മനോഹരമായ ഗാനം. എൻ്റെ ഒരു സ്നേഹിതൻ എഴുതിയ ഗാനമാണ്. പാസ്റ്റർ റെജി മാത്യു UK ഗാനം നമുക്ക് ചേർന്ന് പാടാം. അറിയാവുന്നവർ ചേർന്ന് പാടാം. അല്ലാത്തവരെ വളരെ പ്രത്യാശയിലേക്ക് നയിക്കുന്നൊരു ഗാനമാണ്. കർത്താവേ, കർത്താവിൻ്റെ നിത്യതയിൽ, കർത്താവിൻ്റെ വരവിൽ ഞാനും ഉണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ആവേശത്തോടു കൂടെ പ്രാർത്ഥിക്കാം. എൻ്റെ യേശു വന്നിടുന്നുള്ള മനോഹരമായ ഗാനം പാടുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു വന്നിടും നമ്മെ ചേർക്കുവാൻ വിണ്ണിൽ. എൻ്റെ യേശു വന്നിടും നമ്മെ ചേർക്കുവാൻ വിണ്ണിൽ. നാളധികമില്ല, ഇനി ദൂരമില്ല, നാളധികമില്ല, ഇനി ദൂരമില്ല. എൻ്റെ യേശു വന്നിടും. കാഹളനാദം കേട്ടിടാറായി, ദൂതരിൻ സംഘം വന്നിടാറായി, നാമും ഒരുങ്ങുക മേഘത്തേരിൽ പറന്നിടുക. ആ കർത്താവിൻ്റെ വരവിൽ ഒരുക്കപ്പെടാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളോടുള്ള സന്ദേശമാണ്. നിത്യത പോകുവാൻ കർത്താവേ ഞാനും പ്രാർത്ഥിക്കുന്നു. കാഹളനാദം കേട്ടിടാറായി, ദൂതരിൻ സംഘം വന്നിടാറായി. കാഹളനാദം കേട്ടിടാറായി, ദൂതരിൻ സംഘം വന്നിടാറായി. നാമും ഒരുങ്ങുക മേഘത്തിൽ പറന്നു പോകാൻ, നാമും ഒരുങ്ങുക മേഘത്തിൽ പറന്നു പോകാൻ. എൻ്റെ യേശു വന്നിടും നമ്മെ ചേർക്കുവാൻ വിണ്ണിൽ. നാളധികമില്ല, ഇനി ദൂരമില്ല, നാളധികമില്ല, ഇനി ദൂരമില്ല. സങ്കടമെല്ലാം മാറിടുമേ നിത്യതയിൽ നാം ചേർന്നിടുമ്പോൾ. ആ തേജസ്സിന്റെ പൊന്മുഖം കണ്ടിടുവാൻ കർത്താവേ ഞാനും ആവേശത്തോടുകൂടെ ആ നിത്യത പോകുവാൻ, എന്റെ സങ്കടം മാറുവാൻ. സങ്കടം അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു സന്ദേശവും കൂടെയാണ്. ജീസസ്, ഹല്ലേലൂയ. കഷ്ടതയില്ലാത്ത,
സങ്കടമെല്ലാം മാറിടുമേ. നിത്യതയിൽ നാം ചേർന്നിടുമ്പോൾ സങ്കടമെല്ലാം മാറിടുമേ. നിത്യതയിൽ നാം ചേർന്നിടുമ്പോൾ ആ തേജസ്സിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ, ആ തേജസ്സിൻ പൊന്മുഖം കണ്ടിടുമ്പോൾ എൻ്റെ യേശു വന്നിടും നമ്മെ ചേർക്കുവാൻ വിണ്ണിൽ. നാളധികമില്ല, ഇനി ദൂരമില്ല, നാളധികമില്ല, ഇനി ദൂരമില്ല. രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, നിന്ദയില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ നിത്യഭവനത്തിൽ പോകുവാൻ നാം ആവലോടെ ജീസസ്. ഹല്ലേലൂയ. ഓ ജീസസ്. രോഗങ്ങൾ നിന്നകളില്ലവിടെ, കണ്ണുനീർ ദുഃഖവും പോയകലും. രോഗങ്ങൾ നിന്നകളില്ലവിടെ, കണ്ണുനീർ ദുഃഖവും പോയകലും. ആ മാർവതിലെന്നെ ചേർത്തിടുമ്പോൾ, ആ മാർവതിലെന്നെ ചേർത്തിടുമ്പോൾ എൻ്റെ യേശു വന്നിടും നമ്മെ ചേർക്കുവാൻ വിണ്ണിൽ. നാളധികമില്ല, ഇനി ദൂരമില്ല. ചെന്ന് പാടാം. നാളധികമില്ല, നാളധികമില്ല, ഇനി ദൂരമില്ല, നാളധികമില്ല, ഇനി ദൂരമില്ല, നാളധികമില്ല, ഇനി ദൂരമില്ല. കഷ്ടതയെല്ലാം മാറിടുമേ. നിത്യതയിൽ നാം ചേർന്നിടുമ്പോൾ ആ തേജസ്സിൻ പൊന്മുഖം കണ്ടിടുവാൻ എത്ര പേരാണ് അവരോട് കാത്തിരിക്കുന്നത്? ആ ദൈവങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗത്തിൽ 2-3 മിനിറ്റുകൾ മാത്രമേ ഉള്ളൊരു ഗാനത്തിൻ്റെ ചില വരികൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനം എൻ്റെ പ്രിയൻ യേശുരാജൻ തുടങ്ങുന്ന മനോഹരമായ ഗാനം, പ്രത്യാശ ഗാനമാണ്. പ്രാർത്ഥനയോടുകൂടെ കരങ്ങളൊക്കെ അടിക്കാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാനായിട്ടാം. എൻ്റെ പ്രിയൻ. ഹല്ലേലൂയ, വേഗം വരാനായി. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. 1000-10,000 അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. 1000-10,000 അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. കുരിശിൽ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്ത ആവിയെ നൽകിയവൻ, വല്ലഭനന്റെ അല്ലൽ തീർത്ത് എല്ലാം നല്ലതായിരിക്കുന്ന കർത്താവ്. അവൻ എനിക്ക് എപ്പോഴും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും. പ്രൈസ് ഗോഡ്. അറിയാവുന്നവർ ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം.
നൽകിയവൻ, എനിക്ക് ആവി നൽകിയവൻ. ഓ കുരിശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. ഓ വല്ലഭൻ, എൻ്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. അവൻ വല്ലഭൻ, എൻ്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. ഓ എൻ്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ, വേഗം വരാറായി. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എത്ര പ്രത്യാശ നൽകുന്ന വരികളാണ്. നാളുകളിനി ഏറെയില്ല അവൻ എന്നെ വേളി കഴിച്ചിടുവാൻ. അതുകൊണ്ട് തന്നെ ആ കർത്താവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുക എന്ന ആഹ്വാനത്തോടുകൂടെ ഞാനിവിടെ നിർത്തുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അൻപുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നൽകി തന്ന നല്ല ഗാനങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് ദൈവവനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് ശക്തമായി സംസാരിക്കുന്നതിനായി സ്തോത്രം. തൻ്റെ വൃത്തിനെ ഞങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞയച്ച് അവിടുത്തെ പൊന്നുദയ്ക്ക് നന്ദി പറയുന്നു. മാനമഹത്വം അങ്ങ് തന്നെ എടുക്കണം. യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. അവറ്റോ താങ്ക് യു പാസ്റ്റർ ബിനു. കേൾപ്പിച്ച ഗാനങ്ങൾ, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നുള്ളെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. നമ്മൾ ഒരുങ്ങി ജീവിക്കുന്നുണ്ടോ? നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, ആരാധിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള അവസരമാണ്. എൻ്റെ പ്രിയൻ വീണ്ടും വരാറായി എന്ന് പറയുമ്പോൾ വാഗ്ദത്തം ചെയ്തവൻ തൻ്റെ വാഗ്ദത്തം ആ സമയത്ത്, നിശ്ചയിച്ച സമയത്ത് നിർവഹിക്കും. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും അവൻ വരും, അത് നിശ്ചയമാണ്. നമ്മളെ ഒരുക്കുക എന്നുള്ളത്, കാന്ത തന്നെ തന്നെ ഒരുക്കുന്നത് പോലെ നമ്മളും നമ്മളെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കാലങ്ങളിൽ ലോകസംഭവങ്ങൾ അത് കാണിക്കുമ്പോൾ നമ്മൾക്ക് ഒരുങ്ങി ജീവിക്കാം. നമ്മൾക്ക് ഇപ്പം സമയം പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ചിട്ടുണ്ട്. പല വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനുണ്ട്. പ്രത്യേകമായി ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി ചിനുവിനും മിനുവിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചിനുവിൻ്റെ അവസ്ഥകൾ അത്ര എൻകറേജിങ് അല്ലായിരുന്നു തിങ്കളാഴ്ച. എന്നാൽ അല്പം ആശ്വാസമുണ്ട് എന്ന് അറിയുന്നു. അതുപോലെ സിസ്റ്റർ മിനുവിൻ്റെയും അവസ്ഥകൾ അത്ര പോസിറ്റീവ് അല്ല. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ പുന്നൂസുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരുന്നു. പുന്നൂസുട്ടി വീണ്ടും ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഗ്രേസി മാമയുടെ സിസ്റ്റർ തങ്കമ്മ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നു. ക്വിക്ക് റിക്കവറിക്കായി, സർജറിയുടെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതെ പൂർണ്ണമായ വിടുതലിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ എബിൻ പാസ്റ്ററുമായി സംസാരിക്കാനിടയായി. തനിക്ക് ഫുഡ് പോയിസണിങ്ങും അതിനുശേഷം വളരെ കോംപ്ലിക്കേഷൻസുമായി ചില നാളുകൾ വല്ലാതെ പ്രയാസത്തിലായിരുന്നു എന്ന് കേട്ടു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്ന് നമ്മളുടെ മറ്റ് വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ജോൺ സക്രിയ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹീലിംഗ്, കാലിലെ വലിയ കെട്ടുകളൊക്കെ അഴിച്ചു, എന്നാലും കാലിൽ നീരുകൾ ഒക്കെ ഉണ്ട്. താൻ പൂർണ്ണമായ റിക്കവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ ക്യാൻസർ രോഗികൾ പലര് ഉണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജൂബിനായി പ്രാർത്ഥിക്കുക, പ്രസാദിനായി, വത്സയ്ക്കായി പ്രാർത്ഥിക്കുക, സുജയ്ക്കായി പ്രാർത്ഥിക്കുക, സിസ്റ്റർ ശ്വശമ വർക്കിക്കായി പ്രാർത്ഥിക്കുക, സൂസിക്കായി പ്രാർത്ഥിക്കുക, ഹ്യൂസ്റ്റണിലുള്ള തമ്പിക്കായി പ്രാർത്ഥിക്കുക, അലക്സ് തോമസിനായി പ്രാർത്ഥിക്കുക. അതുപോലെ
ഡോക്ടർ അലക്സിനായി, ഉഷയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വർഷങ്ങൾ ടെക്സസിലൊക്കെ 2-3 ആഴ്ചക്കകം ക്ലാസ്സുകളൊക്കെ തുടങ്ങും. സ്കൂളിലേക്ക് മടങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കായി അവർക്ക് തക്കതായ തുണകളെ കർത്താവ് ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കുടുംബജീവിതത്തില് പല പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ജീവിതങ്ങളെ നിലനിർത്തുവാനായി, കുടുംബമായി നിലനിർത്തുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ സീനിയർ സിറ്റിസൺസിനായി പ്രാർത്ഥിക്കാം. ഏബ്രഹാം കുര്യൻ ബ്രദറിനായി, തൻ്റെ ഭാര്യ റേച്ചലിനായി പ്രാർത്ഥിക്കുക. ഫാമിലിക്കായി പ്രാർത്ഥിക്കുക. വാർദ്ധക്യത്തിലായിട്ടുള്ളവർ പലരും പലവിധമായ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നു. അവരെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇസ്രയേലിന്റെ സമാധാനത്തിനായി, മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾക്കൊക്കെ ഒരു സമാധാനം വന്ന് നിൽക്കുകയാണ്. ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലെ മിഷൻ വർക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ആയിരിക്കുന്ന ഈ രാജ്യത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സിസ്റ്റർ ബ്ലെസ്സി ബിനോയ് പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കും. സിസ്റ്റർ മ്യൂട്ട. നല്ല സ്തോത്രം നല്ല കർത്താവെ, പരിശുദ്ധനായ ദൈവമേ, മനോരമ ദിവസം നല്ല കർത്താവെ, രാത്രിക്കായി സ്തോത്രം, പകലിനായി സ്തോത്രം. ഞങ്ങൾ പല ടൈം സോണിലിരുന്ന് അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ ഈ പകൽ സമയം അടുത്തു വന്നു. ദൈവമേ, ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ആയി കൂടി വരുവാൻ ദൈവം തന്ന നല്ല കൃപയ്ക്കായി, നല്ല ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയും ദൈവത്തിന്റെ പരിപാലനം ഞങ്ങളോട് കൂടെ ഇരുന്ന് വരാവുന്ന സകലവിധമായ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച് ഇത്രത്തോളം ക്ഷേമത്തോടെ കർത്താവെ ഞങ്ങളെ വീണ്ടും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂട്ടി വന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ദൈവം ചെയ്ത എല്ലാ ഉപകാരത്തിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ കണ്ണിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ച് സൂക്ഷിച്ച കൃപയ്ക്കായി ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു കർത്താവെ. ഇത് ഞങ്ങളുടെ ആരുടെയും കഴിവോ മിടുക്കോ ഞങ്ങളുടെ നന്മ പ്രവൃത്തിയുടെ ഫലമൊന്നുമല്ലല്ലോ. ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു, ദൈവം ഞങ്ങളെ കാത്തു എന്നല്ല ഞങ്ങൾക്കൊന്നും പറവാൻ കഴിയത്തില്ല കർത്താവെ. വിശേഷാൽ ഇപ്പോൾ പറയപ്പെട്ട സകല വിഷയങ്ങളും എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ കരുതുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിന് മറുപടി ലഭിച്ചുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണമെന്ന് അങ്ങയുടെ തിരുവചനത്തിൽ ഉണ്ടല്ലോ. എങ്കിൽ കർത്താവെ, പറയപ്പെട്ട സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി ചലിച്ചുവെന്നും സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി അത് കേട്ട് കർത്താവെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷ രോഗികളായി ഭാരപ്പെടുന്ന സകലരുടെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പേര് പറയപ്പെട്ടവരെല്ലാം ഉണ്ടല്ലോ കർത്താവെ. സിസ്റ്റർ ചിനുവിനും മിന്നിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ അവിടെ ഇറങ്ങിച്ചെന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സർജറി കഴിഞ്ഞിരിക്കുന്ന തങ്കമാമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊന്നുസ് ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പറയപ്പെട്ട ക്യാൻസർ രോഗികൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും വേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനവും അങ്ങയുടെ ശബ്ദവും അങ്ങയുടെ ശക്തിയും ഇപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ ആയിരിക്കുന്ന മേഖലകളിൽ ദൈവം അവരെ തൊടുമാറാകണമേ കർത്താവെ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നും കഴിയത്തില്ല. എന്നാൽ ലോകത്തിലെ വൈദ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. അവരെ ഒന്ന് തൊടുമാറാകണമേ. സൗഖ്യത്തിന്റെ കരം ഈ പ്രാർത്ഥനയിൽ തന്നെ ഞങ്ങൾ ആ സാക്ഷ്യം കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ ഒരു പുതിയ വഴി അവിടുന്ന് തുറക്കണം. ദൈവം തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ലല്ലോ. അതിനാൽ ദൈവമേ, അവർ പ്രതീക്ഷിക്കാത്തൊരു നന്മയുടെ വഴി തുറന്നു കൊടുക്കണമേ കർത്താവെ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെക്കേഷനായി ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം അവരോട് കൂടി പ്രൊട്ടക്ഷനായി ഇരുന്നോളുമാറാകണമേ കർത്താവെ. അവർ പോകേണ്ട മേഖലകളിൽ ദൈവം തന്നെ അവരെ ഗൈഡ് ചെയ്ത് നടത്തണം. ഈ ലോകത്തിന്റെ ഒന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൊടുവാൻ സമ്മതിക്കരുത്. അവർ കാണുന്നത്, കേൾക്കുന്നത്, കഴിക്കുന്നത്, അവർ സംസാരിക്കുന്നത് എല്ലാം ദൈവഹിതമായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്യാണപ്രായമായിരിക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക തുണ അവിടെ നൽകി കൊടുക്കണം. ദൈവം ഹിതമില്ലാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ദൈവം സമ്മതിക്കല്ലേ കർത്താവെ. വിശാൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷനുകൾ കടന്നു പോകുന്ന ഒത്തിരി ഫാമിലികൾ ഈ രാജ്യത്തുണ്ടല്ലോ കർത്താവെ. അവരെ നീ സഹായിക്കണം. ഡ്രഗിന് അടിമപ്പെട്ടവരുണ്ട്, ആൽക്കഹോളിന് അടിമപ്പെട്ടവരുണ്ട്, ബാഡ് ഹാബിറ്റിന് അടിമപ്പെട്ടവരുണ്ട്. അവരെല്ലാം വിടിവിച്ച് കുടുംബങ്ങളിൽ സമാധാന സ്വസ്ഥത ദൈവം അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശേഷ പ്രായമായിരിക്കുന്ന ഞങ്ങളുടെ സകല കർത്താവെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ദൈവമേ
ദൈവമേ സഹായമില്ലാതെ കഴിയാത്ത അനേകരുണ്ട് കർത്താവെ. മാതാപിതാക്കളെ എല്ലാം ദൈവം ശക്തിപ്പെടുത്തണം. വാർദ്ധക്യത്തിലും ചുമക്കാമെന്ന് അരുളിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അവരായിരിക്കുന്നവരിൽ ഉണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സകല മിഷണറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുഎസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശുദ്ധന്മാർ ചിതറിപ്പാർക്കുന്ന സകല രാജ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വസ്ഥതയുടെ മേൽ ദൈവത്തിന്റെ കരം ഇരിക്കണമേ കർത്താവെ. വിശാൽ ഈ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ കടന്നു വന്ന് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ആർക്കും കർത്താവെ ഈ ഇരിക്കുന്ന നിമിഷങ്ങളൊന്നും നഷ്ടമായി തീരാതെ അനുഗ്രഹമെന്ന് കേൾക്കുവാൻ സഹായിക്കണമേ. എന്ന ദൈവത്തിന്റെ വചനവുമായി ഞങ്ങളുടെ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവാഞ്ചലിസ്റ്റ് നോബലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിനെ അവിടുന്ന് ഏറ്റവും അനുഗ്രഹമായി എടുത്ത് ഉപയോഗിക്കണം. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് അത്ഭുതമായി ബലമായി ശക്തിയായി തീരുവാൻ ഇടയാക്കണമേ. ഇന്ന് വർഷിപ്പ് ചെയ്ത കർത്താവെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ മകൻ അല്ലെങ്കിൽ അങ്ങയുടെ സന്നിധിയിൽ പാടുന്ന പാട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിന് അത് അനുഭവമായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. അതെല്ലാം ഉപരിയായി കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ സഹായിക്കണമേ. വിശേഷാൽ ഇങ്ങനെ ഒരു കർത്താവെ അല്ലെങ്കിൽ മിനിസ്ട്രി ഈ സൂമിൽ കൂടി നടത്തുവാൻ ഞങ്ങൾ തോമസ് അങ്ങളിൽ ഇന്ത്യാനിക്കും കൊടുത്ത ഹല്ലേലൂയ വലിയ കാഴ്ചപ്പാടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും കുടുംബമായി അനുഗ്രഹിക്കണം. രഹസ്യമായി പരസ്യമായി അവർ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥന വിഷയത്തിന്റെ മേല് ഈ മീറ്റിംഗ് ഒരു അനുഗ്രഹമായി തീരും. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. അറ്റൻഡ് ചെയ്യുന്ന സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നൊരു മീറ്റിംഗ് ഒരു വേറിട്ട അനുഭവമായി തീരുവാൻ ഇടയാക്കണം കർത്താവെ. ആദ്യം ഞങ്ങളുടെ കൃപയ്ക്കുള്ളിരുത്തണം. അതിനെല്ലാം ഉപരിയായി ഞങ്ങളെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കണം. പ്രാർത്ഥനയാചനം കേട്ടനായി സ്തോത്രം മാനമോഹത്വം എടുക്കണം. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ. താങ്ക് യു ബ്ലെസ്ഡ് സിസ്റ്ററെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ നാമത്തില് വന്ദനം ചൊല്ലുന്നു. ഞാൻ രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളുള്ള ഒരു യാത്ര ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ തിങ്കളാഴ്ച അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് കടന്നു പോവുകയാണ്. അതുപോലെ റോഹൻ ബ്രദർ നാളെ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഞങ്ങളുടെ യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് നോബിൾ രാജു നമ്മളുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും. നമ്മൾക്ക് വേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ മധ്യത്തിൽ കടന്നു വരുന്ന ദൈവദാസന്മാരെ ദൈവം അതത് സമയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള ചിന്തയോടെ നമ്മൾ ഇരിക്കുന്നു എങ്കിൽ ദൈവം സംസാരിക്കും. അതല്ല ഒരു പ്രസംഗം കേട്ടേച്ച് പോകാമെന്നുള്ള ചിന്തയിലാണ് വന്നെങ്കിൽ സമയം വേസ്റ്റ് ചെയ്തു എന്നുള്ളതല്ലാതെ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മളുടെ ജീവിതത്തിനൊരു വിടുതൽ, നമ്മളുടെ ജീവിതത്തിനൊരു വ്യത്യാസം, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കണം. ആഗ്രഹത്തോടെ നമ്മൾ ഇരിക്കുന്നു എങ്കിൽ ദൈവം തീർച്ചയായും സംസാരിക്കും. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ, ആഗ്രഹിക്കുന്ന മനസ്സുകളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. വീഡിയോ ഓൺ ചെയ്യാവുന്നവര് വീഡിയോ ഓൺ ചെയ്താൽ വളരെ നന്നായിരിക്കും. മുഖം കണ്ട് വചനം സംസാരിക്കുന്നത് കർത്തൃദാസന്മാർക്ക് ഒരു എൻകറേജ്മെന്റ് ആണ്. ദൈവം സഹായിക്കട്ടെ. ഇവാഞ്ചലിസ്റ്റ് നോബിൾ രാജു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്ക് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കും നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ ആന്റിയെ പരിചയപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് ഇങ്ങനെ ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് നന്ദി. ക്രിസ്തുവിലെയും ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ അങ്കിളിനായ ആന്റിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസാന്നിധ്യത്തിനകത്ത് നമ്മളെ നയിച്ച പ്രിയ അഭിഷക്തനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തന്റെ ശുശ്രൂഷകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാത്രി മീറ്റിംഗിലായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ പേര് നോബിൾ എന്നാണ്. നാട്ടിൽ പത്തനംതിട്ട ജില്ലയിൽ വാര്യാപുരം എന്ന സ്ഥലത്താണ് ആയിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി ദുബായുടെ പ്രദേശത്ത് ജോലിയുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകളുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ ഒരു ചർച്ചിന്റെ സഹശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തന്ന നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്നു. വേഗത്തിൽ നമുക്കൊരു വാക്യത്തിലേക്ക് പോകാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം.
പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 2. ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എക്സോഡസ് 3 വേഴ്സസ് 2. അവിടെ യഹോവയുടെ യഹോവയുടെ ദൂതൻ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ യഹോവ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. താങ്ക് യു. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന നിലവാരങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇന്ന് പകൽ മാനുഷിക ശബ്ദത്തെക്കാൾ ഉപരി ജീവിപ്പിക്കുന്ന സാധാരണമായ ദൈവശബ്ദം ആ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് ആവർത്തിക്കപ്പെട്ട് ആരും തന്നെ വിളിക്കാനില്ലാത്ത സാഹചര്യത്തിൽ മോശ ഒരു ശബ്ദം കേൾക്കുകയാണ്. മോശേ മോശേ. ഇന്ന് പകൽ ഏതൊക്കെയോ മേഖലകൾക്കകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ ആഴമായ വിളികൾ ഉണ്ടാകുന്ന പകലായി തീരട്ടെ. ദൈവനിയോഗത്തിന്റെ അകത്ത് ഉറപ്പിക്കപ്പെടുന്നു. എവിടെയോ നമ്മളിൽ നിന്നും മാറിപ്പോയി നമ്മൾ ചിന്തിക്കുന്ന ദൈവനിയോഗത്തിന്റെ ദൈവിക വാഗ്ദത്തങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ ദൈവ സാന്നിധ്യവുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് തുറന്നെടുക്കുന്ന ദിവസമായി തീരട്ടെ. വിവിധ ടൈം സോണുകളിലാണ് നമ്മളായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ദൈവം സമയത്തിനൊക്കെ അതീതനാണ്, കാലങ്ങൾക്ക് അധീനനാണ്. ഏത് സാഹചര്യത്തിലും ഏത് സമയത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം ശക്തനാണ്. 40 വർഷം താൻ ഒരു പരാജയമാണ്, ഇനി മുന്നോട്ട് തനിക്ക് താൻ കേട്ട ഒരു വാഗ്ദത്തത്തിനകത്തും ചലനമില്ലെന്ന് ചിന്തിച്ചവന്റെ മുന്നിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് അവനെ വിളിക്കുകയാണ്. എവിടെയോ നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചില മേഖലകളുടെ നടുവിൽ അതിനെ തിരിച്ച് വീണ്ടും പരിശുദ്ധാത്മാവ് തുറക്കുന്ന നിമിഷങ്ങളാണിത്. റോഷാലാമാൻ ഹഥനം പ്രബനഘടക. എവിടെയൊക്കെയോ മോശ റിജക്റ്റ് ചെയ്യപ്പെട്ടവനാണ്, അവഗണിക്കപ്പെട്ടവനാണ്. പകൽ അവഗണിക്കപ്പെട്ട ചിലതിൻ്റെ മേൽ ദൈവത്തിന്റെ ഭയങ്കര സെലക്ഷൻ വീഴുന്ന പകലാണ്. ഇന്ന് പകൽ ഏത് സമയത്താണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ ദുബായിലാണ്. എൻ്റെ ടൈം സോൺ ഏർലി മോർണിംഗ് ആണ്. നിങ്ങളായിരിക്കുന്ന ടൈം സോൺ ഒരുപക്ഷെ ഈവനിങ് ആയിരിക്കും. ഏത് ടൈം സോണിലാണ് നിങ്ങളായിരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ റിജക്റ്റഡ് ആയതിനെ ദൈവം ഭയങ്കരമായി സെലക്ട് ചെയ്യുന്ന ദിവസമാണിത്. റിജക്റ്റായി പോയതിനെ, എവിടെയൊക്കെയോ മനുഷ്യൻ അവഗണിച്ചതിനെ ദൈവം പരിഗണിക്കുന്ന, ദൈവം ചേർത്തു പിടിക്കുന്ന ഒരു സമയമാണിത്. ലറാ മഹതനം പ്രവചനാദിയംശം. ദൈവം നിന്നെ മറന്നിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ ഇന്ന് പകൽ വീണ്ടും പേര് വിളിച്ച് കേട്ട ദൈവശബ്ദത്തിനകത്തേക്ക് ദൈവം ചിലതിനെ ഉറപ്പിക്കുന്ന പകലാണ്. ഷറാബ കഥന പ്രഭ. അത് ഒരു പ്രാവശ്യമല്ല, 2 വട്ടം ആവർത്തിച്ച് ദൈവം വിളിക്കുകയാണ്, മോശേ മോശേ. ഇന്ന് പകൽ ഇന്നലകളിൽ എവിടെയോ നഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതിയ ശബ്ദം, ആ ശബ്ദം ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ ഇറങ്ങി വരുന്ന ശബ്ദം, നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന, ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ ഇറങ്ങുന്ന പകലാണ്. ഷറാമ ഹത്തന റധിനിയം ശത്തേരിയം തന ജൂരപ്രവചനാദിയശ്മനം ധാരക്കമനഘടകതീയം ശത്തേരിയം അർഘന ദഗൽക്കമനഘടക ശാദര പ്രവചനാദിയംശ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രകാരമായിരിക്കാൻ അങ്ങ് ഒരുക്കിയ അവസരങ്ങൾക്ക് നന്ദി പറയുന്നു. മുഴുമഹത്വവും അങ്ങക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. വെളിപ്പെട്ട് നിൽക്കുന്ന വലിയ ദൈവ സാന്നിധ്യത്തിന് നന്ദി പറയുന്ന കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ നാവാക്കി ശബ്ദമാക്കി അടിനെ നിർത്തണമേ. മുഴുമഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾ അങ്ങേ ഒത്തിരി ബഹുമാനിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. ദൈവമഹത്വം ചലിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. വേഗത്തിൽ എന്നെ ഏൽപ്പിച്ച സന്ദേശം പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ശ്രദ്ധിച്ച്, ദൈവനിയോഗത്തെ അസാധാരണമായ തലമുറയിൽ വഹിക്കാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് ആ മേഖലകൾക്കകത്ത് സഞ്ചരിക്കാൻ കർത്താവ് കൃപ തരട്ടെ. ദൈവനിയോഗത്തെ അസാധാരണമായി വഹിക്കാൻ ആ തലമുറയ്ക്കകത്ത് ദൈവിക തെരഞ്ഞെടുപ്പ് വീണ ഒരു മനുഷ്യനാണ് മോസസ് എന്ന് പറയുന്നത്. താൻ ജനിക്കപ്പെട്ട അന്തരീക്ഷം
ഒരു നോർമലായിട്ടുള്ള അന്തരീക്ഷത്തിനകത്തല്ല മോശ ജനിക്കപ്പെടുന്നത്. ഇസ്രായേലിൽ നിന്നും ഒരു ആൺതലമുറ പുറത്തു വരല്ലെന്ന് ആ കാലഘട്ടത്തിലെ കരുത്തനായ ഭരണാധികാരി ഒരു നിയമം പുറപ്പെടുവിച്ച സമയത്താണ് മോശ ജനിച്ചു വീഴുന്നത്. ഇന്ന് പകലൊരു ദൂത് പറഞ്ഞ് ഞാൻ അങ്ങ് മുന്നോട്ട് പോകാം. വാക്തത്വമുള്ളവൻ ഏത് സാഹചര്യത്തിനകത്തും ജനിച്ചിരിക്കും. ഏത് പ്രതിസന്ധികൾ എത്ര തലപൊക്കി നിന്നാലും ഒരുവന്റെ മേൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ അവന്റെ ജനനങ്ങളെ തടയാൻ, അവന്റെ മുന്നേറ്റങ്ങളെ തടയാൻ, അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവിക പദ്ധതികളെ തടയാൻ ആർക്കും കഴിയത്തില്ല. ആരും ഒരു സന്തതിയെ, ഒരു തലമുറയെ ജനിപ്പിക്കാൻ തയ്യാറാകാത്ത സമയത്ത് മോശയുടെ മാതാപിതാക്കൾ അതിന് തയ്യാറായി. ശ്രദ്ധിച്ചേ, നിന്റെ മേൽ മോശയെ ജനിപ്പിക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് സാഹചര്യം വിഷയമല്ല, കാലം വിഷയമല്ല, ഭരണാധികാരി വിഷയമല്ല, നിയമങ്ങൾ വിഷയമല്ല. ദൈവം ഒന്നിനെ ജനിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചാൽ അതിനെ ദൈവം ജനിപ്പിച്ചിരിക്കും. ഇന്ന് പകൽ ചിലതിനെ ഉറപ്പിച്ച ആത്മാവ് പറയുന്നു, നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ചിലതിനെ ജനിപ്പിക്കാൻ, ചിലതിനെ പുറത്തെടുക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായി ദൈവം ചിലതിനെ എഴുന്നേൽപ്പിച്ചിരിക്കും. എല്ലാം 100% അനുകൂലമായ സാഹചര്യത്തിൽ നടക്കുന്നതല്ല അത്ഭുതം. അതിനെ അത്ഭുതമെന്ന് വിളിക്കാൻ കഴിയത്തില്ല. 100% അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നമ്മളിൽ നടക്കുന്ന വിടുതലിനെയാണ് അത്ഭുതമെന്ന് പറയുന്നത്. എല്ലാവർക്കും നടന്നൊരു കാര്യം നമുക്ക് നടന്നാൽ അതൊരു നോർമലായ കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും നടക്കാത്ത സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, അപ്പോ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ ജനിക്കപ്പെടേണ്ടവൻ ജനിച്ചു. ഇന്ന് പകൽ നമ്മൾ ജനിച്ചത് തന്നെ ഒരു അത്ഭുതമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. നമ്മുടെ ആയുസിന് പരിധി പറഞ്ഞ് നമ്മൾ എവിടെയൊക്കെയോ തകർത്ത് കളയുമെന്ന് പൈശാചിക ലോകം 2025 6-ാം മാസം വരെ നമുക്കെതിരെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ തുറന്നിട്ട് നമ്മുടെ തകർച്ചകൾ ആഘോഷിക്കാൻ എവിടെയൊക്കെയോ കാത്തിരുന്നപ്പോ അതിൻ്റെയൊക്കെ നടുവിൽ അത്ഭുതകരമായി ഇന്ന് ഈ സമയവും തിരിഞ്ഞു ചിന്തിച്ചു നോക്കിയാൽ കർത്താവ് എങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് പുറത്തു വന്നു, ആ വിഷയത്തിനകത്തുനിന്ന് ഞാൻ എങ്ങനെ വിടിവിക്കപ്പെട്ടെന്ന് ഇന്നൂടെ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്കതൊരു അത്ഭുതമാണ്. അതാണ് കർത്താവിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. വാഗ്ദത്തമുള്ളവനെ ദൈവം അനുവദിച്ച സമയം വരെ മരണത്തിനോ പിശാചിനോ തൊടാൻ കഴിയത്തില്ല. പ്രതിസന്ധികൾ തുറന്നു വിട്ടേക്കാം. ഒരുപക്ഷെ നമ്മൾ തോറ്റുപോയെന്ന് എല്ലാവരും പറഞ്ഞേക്കാം, ഒരുപക്ഷെ നമ്മൾ വീണുപോയെന്ന് എല്ലാവരും പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ തകരാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട്, നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ മോശ ജനിച്ചു വീഴുന്നു. ജനിച്ചു വീണ ജനനത്തിൽ മോശയിൽ മറ്റ് ശിശുക്കളിൽ കാണാത്തൊരു പ്രത്യേകത അവന്റെ മാതാപിതാക്കൾ കാണുകയാണ്. അവൻ സുന്ദരനെന്ന് അവർ കണ്ടു. നിങ്ങൾ ശാന്തമായി പിന്നീട് അധ്യായങ്ങൾ വായിക്കണമേ. ശ്രദ്ധിച്ച്, അവൻ സുന്ദരൻ എന്ന് കണ്ടു. ജനിക്കുക മാത്രമല്ല, ജനിച്ചതിനൊരു ഡിവൈൻ ആയിട്ടുള്ള ബ്യൂട്ടി ഉണ്ടായിരുന്നു. ദൈവത്താൽ ജനിക്കപ്പെട്ടതിന് എപ്പോഴും ഒരു ഡിവൈൻ ബ്യൂട്ടി ഉണ്ടാകും. അതാണ് അവനെ കാലഘട്ടത്തിൽ സ്പെഷ്യലാക്കി നിർത്തുന്നത്. ശ്രദ്ധിച്ച്, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്മേലെല്ലാം ഒരു ഡിവൈൻ ടച്ച് ഉണ്ട്, ഒരു ദൈവിക സ്പർശനമുണ്ട്. അതുകൊണ്ടാണ് ഇന്നുവരെയും ഈ ഭൂമിയിൽ അസാധാരണമായി ജീവിച്ചിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. ശിശു സൗന്ദര്യമുള്ളവനായതുകൊണ്ട് അവനെ 3 മാസം അവന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെച്ചു. മോശയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഏത് സാഹചര്യത്തിലും ജനിക്കപ്പെട്ടതിനെ സൂക്ഷിക്കാൻ അവരുടെ മേൽ ഒരു കൃപയുണ്ടായിരുന്നു. തലമുറയെ ചേർത്തു പിടിക്കാൻ, എവിടെയൊക്കെയോ വാൾ ഉയരുന്ന മേഖലകളിൽ, എവിടെയോ നൈലിന്റെ നദി മുക്കിക്കളയുമെന്ന് വെല്ലുവിളിച്ച മേഖലകളിൽ തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവരുടെ മേൽ ഒരു പ്രത്യേക അധികാരമുണ്ട്. തലമുറകളെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്ന മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു. തലമുറകളെ ചേർത്തു പിടിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യർക്ക് നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ ഭയങ്കര പ്രസക്തിയുള്ളൊരു കാര്യമാണ്. ഇന്ന് പകൽ, ഇന്ന് രാത്രി എവിടെ ആയിരുന്നാലും ജനിക്കപ്പെട്ട തലമുറയെ പ്രാർത്ഥനയിൽ ചേർത്തു പിടിക്കാൻ നിയോഗമുള്ള ചിലതിനകത്ത് എഴുന്നേറ്റ് വരണം. തലമുറകളെ വല്ലാതെ കവർന്നുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ മാത്രം ടാർഗറ്റ് ചെയ്ത് കയറി വരുന്ന പൈശാചിക പദ്ധതികളുടെ നടുവിൽ അകത്ത് ജനിക്കപ്പെട്ടതിനെ ദുഷ്ടന് കൊടുക്കാതെ, പിശാചിന് കൊടുക്കാതെ അവന്റെ കയ്യിലെ ഞാൻ ഇത് പറയുന്ന വിഷയം വളരെ ഗൗരവമാണ്.
നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഭവിച്ചില്ലെന്നോർത്ത് നമ്മൾ സന്തോഷിക്കരുത് കേട്ടോ. ഈ തലമുറയിൽ അനേകർക്ക് വേണ്ടി കരയാൻ, അനേകം തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ധരം പ്രബല ഘടകതീയ ഞെട്ടിക്കുന്ന വാർത്തകൾ നമ്മുടെ കാതുകൾക്കകത്ത് വന്നു വീഴുന്ന ഈ സമയത്ത് ആത്മാവിൽ ചിലതിനെ ചേർത്തു പിടിക്കാൻ, ചിലതിനെ ഒളിച്ചു വെക്കാൻ, ചിലതിനെ ചേർത്തു പിടിക്കാൻ ഫറവോന്യ മേഖലകൾക്ക് വിട്ടുകൊടുക്കാതെ, അങ്ങനെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയോ മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചു, സഭകൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. പക്ഷേ ഈ തലമുറയെ ചേർത്തു പിടിക്കാൻ ദൈവിക ഉദ്ദേശമുള്ളത് നമ്മുടെ മേലാണ്. ഈ ദിവസങ്ങളിൽ തലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ സഭ തയ്യാറാകണം, കൂട്ടങ്ങൾ തയ്യാറാകണം. ഈ ദിവസങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഒരു വേളയെങ്കിലും ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിലുള്ള അഭിഷക്തന്മാരുടെ ദൈവമക്കളുടെ തലമുറകളെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ അറിയത്തില്ലായിരിക്കാം, ചേർത്തു പിടിച്ച് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ ഒരു നിയോഗത്തെ ഏറ്റെടുക്കണം. അതൊരു നിയോഗമായി ഏറ്റെടുക്കട്ടെ. ശ്രദ്ധിച്ചേ, ആ ജനിക്കപ്പെട്ട തലമുറയെ 3 മാസം അവർ ഒളിപ്പിച്ചു വെച്ചു. 3 മാസത്തിനപ്പുറം ഇവനെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തൊരു സമയം വന്നപ്പോ അവരൊരു പെട്ടകം വാങ്ങിക്കുകയാണ്. പെട്ടകം വാങ്ങിച്ചിട്ട് അതിന് കീലും പശയും തേച്ചിട്ട് നൈൽ നദിയിൽ കൊണ്ടുവച്ചു. ശ്രദ്ധിച്ചേ, അവിടെയും ഭയങ്കര ഒരു ദൂത് കിടപ്പുണ്ട്. ശ്രദ്ധിച്ചേ, നൈൽ നദിക്കകത്ത് കൊണ്ടുവെക്കുന്നതിന് മുമ്പ് എല്ലാവരും കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കളയുമ്പോൾ ആ സാഹചര്യത്തിന്റെ അകത്തും ജനിക്കപ്പെട്ട കുഞ്ഞിനെ സംരക്ഷിക്കാൻ അവരൊരു പെട്ടകം വാങ്ങി. ആ പെട്ടകം അവർ വെക്കാൻ പോകുന്ന സ്ഥലം അവർക്ക് നന്നായിട്ട് അറിയാം, നൈലിലാണ്. ആ നൈലിനകത്തെ നദിയുടെ സ്വാധീനം, വെള്ളത്തിന്റെ സ്വാധീനം ആ കുഞ്ഞിനെ തൊടാതിരിക്കാൻ, ആ കുഞ്ഞിനെ ആ നൈൽ നദിയിൽ ഇറക്കുന്നതിന് മുമ്പ് ആ മാതാപിതാക്കൾ അതിന് കീലും പശയും തേച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, നൈലിന്റെ വെള്ളത്തിന് ആ പെട്ടകത്തിനകത്ത് കയറാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും പ്രാർത്ഥന കൊണ്ട് അവർ അടച്ചു. ഒരു പക്ഷേ നിന്റെ തലമുറയെ നിനക്ക് ദൂരദേശത്തേക്ക് അയക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ നിന്റെ തലമുറയെ പഠനത്തോടുള്ള ബന്ധത്തിലോ ഏതെങ്കിലും മേഖലകൾക്കകത്തോ അയക്കേണ്ടി വന്നേക്കാം. പക്ഷെ പെട്ടകത്തിനകത്ത് അവനെ പൊതിഞ്ഞു പിടിച്ചോണം. തേക്കാൻ കഴിയുന്ന എല്ലാ മേഖലയിലും പ്രാർത്ഥനയുടെ കീലും പശയും തേച്ചോണം. ഇറങ്ങിപ്പോകുന്നത് നൈലിനകത്തേക്കാണ്. ഇത് ഞാൻ ഭയങ്കര ഗൗരവമായി ഈ ദിവസങ്ങളിൽ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക നിയോഗം പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ തന്നതുകൊണ്ട് എൻ്റെ മെസ്സേജുകൾക്കകത്തെല്ലാം തലമുറകൾക്ക് വേണ്ടി ശക്തമായി അങ്ങനെ ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, തലമുറകളെ അയക്കേണ്ടി വരുന്ന മണ്ണുകളിൽ, ഇടപാടുകളിൽ മാതാവേ നീ പ്രാർത്ഥിച്ച് കീലും പശയും തേച്ചോണം കേട്ടോ. നൈലിന്റെ സ്വാധീനത്തിന് അകത്ത് കിടക്കുന്ന തലമുറയെ തൊടാൻ കഴിയാത്ത നിലവാരത്തിൽ അതിന് കീലും പശയും തേച്ചോണം. നീ ചിലതിനെ അതിരി വെച്ച് പ്രാർത്ഥിച്ചോണം. അവൻ ഇറങ്ങാൻ പോകുന്ന നൈലിനകത്തേക്കാണ്. പക്ഷെ അതിന് ചുറ്റും നീ പ്രാർത്ഥനയുടെ ഒരു മതിൽ കെട്ടിക്കോണം. നൈലിന്റെ സ്വാധീനത്തിന് അവൻ ഇറങ്ങിച്ചെല്ലുന്ന കോളേജിന്റെയോ അവൻ ഇറങ്ങിച്ചെല്ലുന്ന മേഖലകളുടെയോ അവൻ ഇറങ്ങിച്ചെല്ലുന്ന അവന്റെ കൂട്ടുകാരുടെയോ ഒരു സ്വാധീനങ്ങളും അവന്റെ മേൽ ജയിക്കാതെ പൈശാചിക സ്ട്രാറ്റജികൾ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അതൊന്നും തൊടാതെ കീലും പശയും തേക്കാൻ ഇന്നു പകൽ ചിലതിന്റെ മേലൊരു നിയോഗമാത്മ വിടുകയാ. തേച്ചോണം കേട്ടോ. ഓർത്തു പ്രാർത്ഥിച്ചോണം. കുഞ്ഞുങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കാതിരിക്കരുത്. അവര് കൂടുണ്ടെങ്കിൽ എന്നും രാത്രി തലേ കൈവച്ചു പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ രക്തം കൊണ്ട് അവരെ മുദ്ര വെച്ചു പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി, ഇന്ന് പകൽ ചിലതിന്റെ മേൽ ഞാൻ അങ്ങനെ ഒരു നിയോഗം ഇട്ടു തരികയാ. പ്രാർത്ഥിച്ചോണം. നീ കീല് തേക്കുന്നിടത്തോളം, നീ പശ തേക്കുന്നിടത്തോളം നൈലിന്റെ സ്വാധീനത്തിന് അവരെ തൊടാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചേ, അങ്ങനെ ഈ പെട്ടകത്തിന്റെ അകത്ത് ഈ മോശ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമായി, ഞാൻ ദൂതിലേക്ക് വരാൻ വേണ്ടിയാണ്, ഒരു ഇൻട്രഡക്ഷന് വേണ്ടി ഇത് പറഞ്ഞു പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നൈലിന്റെ കരയിൽ ഞാങ്ങളുടെ ഇടയിൽ ഇവനെ കൊണ്ടുവച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഫറവോന്റെ പുത്രി രാജകൊട്ടാരത്തിൽ നിന്നും നൈൽ നദിയിലേക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്.
ഒരു വശത്ത് മോശയുടെ സഹോദരി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കർത്താവെ, കുഞ്ഞിനെന്ത് ഭവിക്കും? എന്താണ് ഇവന്റെ ഭാവി? എന്താണ് ഇവൻ ജനിക്കേണ്ട സമയത്ത് ജനിച്ചവനല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ അവനെ വളർത്തി, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ നോക്കി, പക്ഷെ ഇനി എന്താണ് ഇവന്റെ ഭാവി? ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരത്തിൽ നിന്നൊരു കൂട്ടം വരുന്നു. അത് ഫറവോന്റെ പുത്രിയും അവിടെ ബാല്യക്കാരികളും തോഴ്മക്കാരികളും കൂടെ ഒരുമിച്ച് വരുന്നു. ശ്രദ്ധിച്ചേ, ഒരുമിച്ച് വന്നിട്ട് ഫറവോന്റെ പുത്രി കാണുകയാണ് ഞങ്ങളുടെ ഇടയിൽ ഈ പെട്ടി ഇരിക്കുന്നത്, ഈ പെട്ടകം ഇരിക്കുന്നത് അവൾ കാണുകയാണ്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിന്റെ മേൽ കിടക്കുന്ന, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക പ്രോമിസുകളുടെ തുറവികളുടെ സമയമാകുമ്പോൾ, ഇന്ന് പകൽ ഇതെല്ലാവരോടുള്ള ദൂതല്ല, പക്ഷേ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി സ്ട്രഗിൾ ചെയ്യുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആ വിഷയത്തെ തുറന്നെടുക്കാൻ കെൽപ്പുള്ള ചിലതിനെ, അധികാരമുള്ള ചിലതിനെ നീ കിടക്കുന്ന സ്ഥലത്തേക്ക് ദൈവം അയക്കാൻ വേണ്ടി പോകുകയാണ്. നീ ചിലതിനെ അന്വേഷിച്ചു പോകുകയല്ല, നിന്നെ അന്വേഷിച്ച ആൾ വരാൻ വേണ്ടി പോകുകയാണ്. നിന്റെ ആ വിഷയത്തിന്റെ കുരുക്കഴിക്കാൻ, നിന്റെ ആ വിഷയത്തെ തുറന്നെടുക്കാൻ കഴിവുള്ള ചിലതിനെ നീ കിടക്കുന്ന സ്ഥലത്തേക്ക് ദൈവം അയക്കാൻ വേണ്ടി പോകുകയാണ്. മോശക്കുഞ്ഞ് കിടക്കുന്ന പെട്ടകത്തിന്റെ അടുക്കലേക്ക് ആ പെട്ടകത്തെ തുറന്നെടുക്കാൻ കെൽപ്പുള്ള ഒരാളെ ദൈവം അവിടെ കയക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഫറവോനാണ് ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്, ഫറവോനാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. അതിന് മുകളിൽ ഒരു ഓർഡർ ഇടാൻ ആരുമില്ല. ഈവൻ ഫറവോന്റെ ആ മന്ത്രിസഭയിലെ, ആ മിനിസ്റ്റേഴ്സ് ഓഫീസിലെ വേറൊരു മിനിസ്റ്റർ വന്നാൽ പോലും ഈ പെട്ടകം തുറന്ന് ഈ കുഞ്ഞിനെ എടുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ആരെ അയക്കണമെന്ന്. ഫറവോനിൽ നിന്നും ജനിച്ച ഒരുവളെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഫറവോനെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരുവളെ വാഗ്ദത്തമുള്ളവന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ഇന്നു പകൽ വാഗ്ദത്തമുള്ളവൻ വിശ്വസിച്ചു, നിന്നെ വല്ലാതെ അലട്ടുന്ന, നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ആ വിഷയത്തിന്റെ അകത്ത് മറ്റൊരു കരത്തിനിറങ്ങി വരാൻ കഴിയാതിരിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞെ, കൊട്ടാരത്തിൽ ഇരിക്കുന്നവനെ ഇറക്കണമെങ്കിൽ, അധികാര കേന്ദ്രത്തിനകത്തിരിക്കുന്നവനെ ഇറക്കണമെങ്കിൽ, നിന്റെ വിഷയത്തെ തൊടാൻ അവനെ വിളിച്ചിറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ കിടക്കുന്ന സ്ഥലത്ത് ആരും നിന്നെ അന്വേഷിക്കാതിരിക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, നൈൽ നദി എന്ന് പറയുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ അല്ല, അത് കിലോമീറ്ററുകൾ നീളമുള്ള ഒരു നദിയാണ്. പക്ഷെ മോശ കിടക്കുന്ന സ്ഥലത്ത് കൃത്യമായി എത്തിക്കേണ്ടതിനെ ദൈവം എത്തിച്ചു. നീ ഏത് തുരുത്തി കടന്നാലും, ഏത് മേഖലയിൽ കടന്നാലും, നീയുമായി കണക്ട് ആകേണ്ട ഡിവൈൻ റിലേഷൻഷിപ്പുകളെ, നിന്നെ പൊക്കാൻ കഴിയുന്ന, നിന്നെ ആ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയുന്ന, ശ്രദ്ധിച്ചേ, മോശയ്ക്ക് പേരിടുന്നത് എന്താണെന്നറിയാമോ? മോശയ്ക്ക് ഫറവോന്റെ പുത്രി പേരിടുന്നത്, ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശ എന്ന് പേരിട്ടു. ഇന്ന് പകൽ നിന്നെ മുക്കിക്കളയും, നിന്നെ കൊന്നുകളയും, നിന്നെ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് നിനക്കെതിരെ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ വലിച്ചെടുക്കാൻ പാകത്തിൽ, ആ വിഷയം നിന്നെ തൊടുന്നതിന് മുമ്പ്, ആ വിഷയം നിന്നെ ആക്രമിക്കുന്നതിന് മുമ്പ്, നീ അതിനകത്ത് മുങ്ങിപ്പോകുന്നതിന് മുമ്പ്, ആ വിഷയത്തിന്റെ ഒരു കണിക പോലും, ഒരു ശതമാനം പോലും നിന്നെ, ആ രോഗം നിന്നെ ആക്രമിക്കുമെന്ന് പറയുമ്പോ, ആ വിഷയം നിന്നെ തകർത്ത് നിന്റെ ഭാവിയെ തകർക്കുമെന്ന് പറയുമ്പോ, നിന്റെ കുടുംബജീവിതത്തെ ഉടച്ചു കളയുമെന്ന് പറയുമ്പോ, ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ആ വിഷയം നിന്നെ തൊടുന്നതിന് മുമ്പ് ചില കരങ്ങൾ നിനക്ക് അനുകൂലമായി എഴുന്നേൽക്കാൻ പോകുകയാണ്. ആ വെള്ളത്തിൽ നിന്നെ വലിച്ചെടുക്കാൻ, ആ പ്രതിസന്ധിയിൽ നിന്നെ വലിച്ചെടുക്കാൻ, നിന്റെ പേര് മാറ്റുന്ന ചില ദൈവ പ്രവർത്തികൾ ആത്മാവ് ചിലതിന്റെ മേൽ ഇടുകയാണ്. ശ്രദ്ധിച്ചേ, മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തെന്ന് പറഞ്ഞു. എത്ര ദുസ്സഹമായ വിഷയമാണെങ്കിലും, ഇതൊക്കെ പ്രവചന ശബ്ദം കേട്ടോ, എത്ര ദുസ്സഹമായ വിഷയമാണെങ്കിലും അതിനകത്തുനിന്ന് നിന്നെ വലിച്ചെടുക്കാൻ കെൽപ്പുള്ള ചിലതിനെ ദൈവം അയക്കാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിന്റെ കയ്യിൽ വാഗ്ദത്തമുള്ളവനെ സംരക്ഷിക്കാൻ എല്ലാ മേഖലയിലും ദൈവത്തിന്റെ കയ്യിൽ വഴിയുണ്ട്. നീ ഭാരപ്പെടണ്ട. ദൂത് എങ്ങനെ നിവർത്തിയാകുമെന്നോർത്ത് നമ്മൾ ഭാരപ്പെടണ്ട. കാരണം ദൂത് തന്ന ദൈവത്തിന് അറിയാം ദൂത് നിവർത്തിക്കാൻ. പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ പലപ്പോഴുള്ള വിഷമം, ഈ ദൂത് എങ്ങനെ നിവർത്തിയാകുമെന്നോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കും അല്ലേ?
നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രവചന ശബ്ദം വന്നാൽ പിന്നെ നമ്മൾ ചിന്തിക്കുകയാണ്, ദൈവം പറഞ്ഞ ദൂത് എങ്ങനെ നിവർത്തിയാകും, എവിടെ കൂടെയാണ് ഈ കണക്ഷൻ വരുന്നത്, ആരാണ് വരുന്നത്. നമുക്ക് പരിചിതമായ കണക്ഷൻ എല്ലാം ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ എന്നോട് ദൈവം പറയുകയാണ് നാളെ നിന്നെ US അയക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളൊക്കെ ആയിരിക്കുന്ന രാജ്യമായതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയാം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ദൂത് ദൈവം എന്നോട് പറയുമ്പോൾ പിന്നീട് എൻ്റെ ചിന്തകൾ മുഴുവൻ ഞാനുമായി റിലേറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്ന വ്യക്തികളുമായി കണക്റ്റായി ഞാൻ അവരായിരിക്കും എനിക്ക് വേണ്ടി. ഇങ്ങനെയുള്ള ചിന്തകൾക്കകത്ത് ഇന്ന് പകൽ ഉറപ്പിച്ചൊരു ദൂത് പറയാം. ദൂത് നിവർത്തിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി, അത് ദൈവത്തിന് വിട്ടുകൊടുത്തേര്. എന്തിനാ നമ്മൾ ദൈവത്തിന്റെ ജോലി ഏറ്റെടുക്കുന്നേ? ശാന്തമായി സാന്നിധ്യത്തിനകത്തിരുന്നു. മോശയുടെ മാതാപിതാക്കൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്തൊരു വഴി ദൈവത്തിന്റെ കയ്യിലുണ്ട്. ആ പെട്ടകം കൊണ്ട് ആ തലമുറ അവസാനിക്കുമെന്ന് അവർ ചിന്തിച്ചപ്പോ അവരുടെ പരിമിതമായ സാഹചര്യങ്ങൾക്കകത്ത് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ എല്ലാം ചെയ്തു. പക്ഷേ അതിനപ്പുറം എന്താകും കർത്താവേ എന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോ അതിന്റെ നടുവിൽ അയക്കേണ്ടതിനെ ദൈവം അയച്ചു. ഇന്ന് പകൽ നിന്റെ കരമെത്താത്തിടത്ത്, നിന്റെ കാലെത്താത്തിടത്ത്, നിന്റെ ചെവി എത്താത്തിടത്ത് നിന്റെ കുഞ്ഞിനെ തൊടാൻ, നിന്റെ കുഞ്ഞിനെ കരം പിടിക്കാൻ, അവനെ ചില പൊസിഷനുകൾക്കകത്ത് എത്തിക്കാൻ, അവന് ചില അഡ്രസ്സുകൾ ഉണ്ടാക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവിന്റെ പകൽ ചിലതിനെ ഉറപ്പിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴേ അവന്റെ പേര് ദൈവം മാറ്റി. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന ലേബലിലേക്ക്. ആരാ പറഞ്ഞേ നിനക്ക് അഡ്രസ് ഇല്ലെന്ന്? അഡ്രസ് ഇല്ലാത്ത അനാഥനെ പോലെ ഞാങ്ങണയുടെ ഇടയിൽ ഞാങ്ങണ പെട്ടകത്തിനകത്തിരുന്നവന്റെ മേൽ അവനെ വലിച്ചെടുത്തപ്പോ തന്നെ ആ രാജ്യത്തിന്റെ അടുത്ത രാജാവ് എന്നുള്ള പദവിയിലേക്ക് ദൈവം അവനെ മാറ്റുകയാണ്. എന്ന് വിശ്വസിക്കാവോ? അധികാര കേന്ദ്രങ്ങളെ തൊടാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഏതു മേഖലകൾക്കകത്തും വിശ്വസിക്കുന്നവന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എവിടെയോ ഒതുങ്ങിപ്പോകും. ഈ പെട്ടകത്തിനകത്തുനിന്ന് ഞാൻ പുറത്തു വരത്തില്ലെന്ന് ചിന്തിക്കുന്നവരോട് ആത്മാവ് പറയില്ല. നിന്നെ തുറന്നെടുക്കാൻ കെൽപ്പുള്ള ചിലതിനെ ആത്മാവ് അയക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ മോസസ് വരുന്നു. അങ്ങനെ മോസസിനെ അവന്റെ മാതാവിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹമായി അവൻ മാറുകയാണ്. ഇവനിൽ കൂടെ ഒരു നന്മ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ചിന്തിച്ച മാതാപിതാക്കൾക്ക് അവന്റെ ആ ചെറുപ്രായം മുതൽ, നമ്മളൊക്കെ അറിവായി പഠനം കഴിഞ്ഞ് പക്വത എത്തുമ്പോഴാണ് നമുക്ക് ജോലി കിട്ടി പൈസ ലഭിക്കുന്നത്. ഇത് ജനിച്ചു വീണ് 3-ാം മാസത്തിനപ്പുറം വീട്ടിലേക്ക് സാലറി കൊടുത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മോശയാണ്. ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നെ? 3-ാം മാസം മുതൽ അവന്റെ വീട്ടിൽ സാലറി എത്തിച്ചത്, അതായത് വായ്ത്തത്വമുള്ളവന്റെ പ്രത്യേകത. ശ്രദ്ധിച്ചേ, നമ്മളൊക്കെ പ്രായമായി അറിവായി ഒരു വിഷയത്തിന്റെ അകത്ത് പഠനമൊക്കെ നടത്തി അതിനപ്പുറം അതുമായി യോജിച്ച ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മുടെ സാലറി ഒക്കെ ചാലുവായി തുടങ്ങുന്നത്, സ്റ്റാർട്ടാകുന്നത്. പക്ഷേ 3-ാം മാസത്തിന് ശേഷം ഇവനെ നോക്കാൻ അവന്റെ വീട്ടിൽ ദൈവം കൂലി എത്തിച്ചു. ശ്രദ്ധിച്ചേ, 3 മാസം ഒളിപ്പിച്ചു വെച്ചതിന്റെ റിസൾട്ട് ദൈവം വീട്ടിൽ അയച്ചെന്ന്. ഇന്ന് പകൽ ദൈവത്തിന് തുറക്കാൻ കഴിയുമെന്ന് ചിലത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ഈ 3 മാസം ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചപ്പോ ഒത്തിരി സ്ട്രഗിളിലൂടെ ഇവർ പോയി. പക്ഷേ ദൈവം പറയുക, നീ അനുഭവിച്ച വേദനകൾക്ക് ഒരു ദൂത് പരിശുദ്ധാത്മാവിനെ അവിടെ നിർത്തി പറയിക്കുന്നുണ്ട്. ഞാൻ പറയാം, കണ്ണുനീരോടെ വിതച്ച ചിലതെന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീരിന് മറുപടി ഇല്ലാതിരിക്കത്തില്ല കുഞ്ഞ്. ശബന റകൽക്കമന പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. നിന്റെ പുറമെയുള്ള കണ്ണുകൾ നിറഞ്ഞില്ലെങ്കിലും ഹൃദയം തകർന്ന് ചില വിഷയങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച ചിലതെന്നെ കേൾക്കുന്നുണ്ട്. ആ വിഷയത്തിന്റെ അകത്തൊരു ആർപ്പ് വെളിപ്പെടാൻ പോകുകയാണ്. ചില ഹൃദയ നുറുക്കങ്ങൾക്ക് മീതെ ഇന്ന് പകൽ ഭയങ്കര സമാധാനം വെളിപ്പെടുന്നു, ഭയങ്കര സ്വസ്ഥത വെളിപ്പെടുന്നു. ആ വിഷയത്തിന്റെ അകത്ത് ഭയങ്കര ഒരു സമാധാനം ഈ ദിവസങ്ങൾ നീ അനുഭവിക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ ഭയങ്കര ഒരു ലൈഫിന്റെ അകത്തേക്ക് മോസസ് കയറുന്നു. കുമാരനെ പോലെ ആ കൊട്ടാരത്തിന്റെ അകത്ത് വളർന്ന് മിസ്രൈമിലെ സകല പരിപാടികളും പഠിക്കുന്നു. അങ്ങനെ ഈ പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മിസ്രൈം രാജ്യത്ത് ഫറവോന്റെ കീഴിൽ വളരുമ്പോൾ തന്നെ തൻ്റെ സഹോദരന്മാരെ പറ്റി ഭയങ്കര എരിവ് ഈ മനുഷ്യന്റെ അകത്തുണ്ടായിരുന്നു.
ഇവനെ മുല കൊടുത്ത് വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവന് മുലകുടി മാറുന്നത് വരെ മോശയുടെ മാതാവാണ് അവനെ വളർത്തിയത്. പിന്നീടാണ് കൊട്ടാരത്തിൽ അവനെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ആ സമയം വരെ ഒരു പക്ഷേ മാതാവ് ഇവനോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരിക്കും: കുഞ്ഞെ, നീ ജനിക്കേണ്ട സാഹചര്യത്തിൽ ജനിച്ചവനല്ല, ദൈവം നിന്നെ ജനിപ്പിച്ചവനാണ്. നീ തകർന്നു പോകേണ്ടവനാണ്, നീ നൈലിന്റെ നദിയിൽ നീ മുങ്ങിപ്പോകേണ്ടവനാണ്. പക്ഷെ നിന്നെ കാത്തത് ദൈവമാ, നിന്റെ മേലൊരു നിയോഗമുണ്ട്. ഇങ്ങനെ തലമുറകളോട് നമ്മൾ പറയണം. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മളെ നടത്തിയ വഴികളെ പറ്റി തലമുറയോട് പറയണം. ഒരുപക്ഷെ ഇന്നിൻ്റെ അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ തുറന്ന അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കും അവർ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പിറകിൽ അനുഭവിച്ച സ്ട്രഗിളുകളെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരുപക്ഷെ അവർക്ക് ഇതൊക്കെ ബോറിംഗ് ആയി തോന്നിയാലും പിടിച്ചിരുത്തി പറയണം. നാളെയുടെ നാളുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിൽ ദൈവം അവനെ തൊടുന്ന സമയത്ത് ഇതിന്റെ സീരിയസ്നെസ് അവർ മനസ്സിലാക്കിക്കൊള്ളും. പറയേണ്ട കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ദൈവമക്കളെ. ശരാമ റഗൽ കമനക. ഒരുപക്ഷെ പ്രാർത്ഥിച്ചു തുറന്ന വഴികൾക്കകത്തൂടെ നടന്നുള്ള പരിചയമേ തലമുറകൾക്ക് കാണത്തുള്ളൂ. ഇത് തുറക്കാൻ നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ എന്താണെന്ന്, നിങ്ങൾ കൊടുത്ത വില എന്താണെന്ന് കുഞ്ഞുങ്ങളോട് പറയണം. ഷറാബ ലറമൻ. അത് മറക്കരുത്. ഒരുപക്ഷെ ഈ ജനറേഷനോടൊക്കെ അത് സംസാരിച്ച് ഫലിപ്പിക്കാൻ പാടാ, എന്നാലും പറയണം കേട്ടോ. അവൻ ജീവിതത്തിൽ കർത്താവിനെ യഥാർത്ഥമായി കണ്ടെത്തുന്ന സമയത്ത് അവൻ മനസ്സിലാക്കും, എൻ്റെ മാതാവും പിതാവും വില കൊടുത്തതാണ്, അവര് ദൈവ സാന്നിധ്യത്തിനകത്ത് പ്രാർത്ഥിച്ചതാണ്, അത് അവർ വില മുടക്കി നിന്നതാണ്. അങ്ങനെ ഇത് പറയുന്നു. അങ്ങനെ ഒരു വിളിയും ദാഹവും ഇവന്റെ അകത്ത് കിടന്നു. അതുകൊണ്ട് ഇവൻ മിസ്രൈമിലായിരുന്ന സമയത്തും തൻ്റെ സഹോദരങ്ങളെ പറ്റി അന്വേഷിക്കാൻ ചെന്നു. അങ്ങനെ ചെന്ന സമയത്ത് ആദ്യം കാണുന്നത് ഒരു മിസ്രൈമിൻ തൻ്റെ സഹോദരങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും കൈവെക്കുന്നതുമാണ്. മോശ ഒറ്റയടിക്കാൻ മിസ്രൈമിനെ കൊന്നുകളഞ്ഞു. നമുക്കറിയാവുന്ന ഭാഗം. ഒറ്റയടിക്ക് മിസ്രൈമിനെ കൊന്നു. എന്നിട്ട് മോശ തന്നെ അവന്റെ അടക്കം നടത്തി. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. പിറ്റേ ദിവസം ചെന്നപ്പോൾ ഒരു എബ്രായനും തമ്മിൽ ശണ്ടയിടുന്നു. ഇന്നലത്തെ പരിചയം വെച്ച് ഇന്നലെ തന്നെ ആളുകൾ സ്വീകരിച്ചതുപോലെ വീണ്ടും സ്വീകരിക്കും എന്നുള്ള ചിന്തയിൽ മോശ ആ വിഷയത്തിനകത്ത് ഇടപെടുകയാണ്. പക്ഷെ ഇടപെട്ടപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് തൻ്റെ സഹോദരങ്ങളിൽ നിന്നുണ്ടായത്. അവരോട് ചോദിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് മേലധികാരിയാക്കി വെച്ചതാരാ? നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി ആക്കി വെച്ചതാരാ? നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ മോശയുടെ മുഖത്ത് നോക്കി അവർ ചോദിക്കുകയാണ്, ഹൂ ആർ യു? നീ ആരാണ്? വാട്ട് ഈസ് യുവർ ബിസിനസ്? നിന്റെ ബിസിനസ് എന്താ ഇവിടെ? അതായത് നീ നിന്റെ കാര്യം നോക്കുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം. അതായത് പരിഗണിക്കേണ്ടവർ തന്നെ മോശ എന്ത് ചെയ്തു? അവഗണിച്ചു. ഭയങ്കര റിജക്ഷൻ ഇവന്റെ മേൽ തുറക്കുക. ഇവനെ ചേർത്തു പിടിക്കും, ഇവനെ കൊണ്ടു നടക്കും, ഇവനെ ആശ്വസിപ്പിക്കും, ഇവന്റെ വിളിക്ക് ചേർന്ന് നിൽക്കുമെന്ന് ഇവൻ ചിന്തിച്ചവർ ഇവനെ റിജക്റ്റ് ചെയ്യുകയാണ്. ആ ഭയങ്കര റിജക്ഷന്റെ വേദന ഈ മനുഷ്യനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അതായത് ആ പരിഗണിക്കേണ്ടവർ, ചേർത്തു പിടിക്കേണ്ടവർ ഇവനെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു. ഈ വാക്കും ശബ്ദവും ഇവനെ ഭയങ്കരമായിട്ട് ഉലച്ചു. ഭയങ്കര വേദനയിലേക്ക് മനുഷ്യൻ പോയി. ആ ഓട്ടം, ആ റിജക്ഷൻ വലിയൊരു ഓട്ടത്തിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോയി. അങ്ങനെ ഓടി ഈ മനുഷ്യൻ എത്തി നിൽക്കുന്നത് യിത്രോവിന്റെ അടുക്കലാണ്. യിത്രോവിന്റെ അടുക്കൽ ചെല്ലുന്നു. താൻ താൽക്കാലികമായ ഒരു കംഫോർട്ട് സോണിനകത്തേക്ക് കയറുകയാണ്. കയറുന്നു. അവിടെ യിത്രോവിനുള്ള കുറച്ച് ആടുകളെയൊക്കെ യിത്രോവ് കൊടുക്കുന്നു. യിത്രോവിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു കംഫോർട്ട് സോണിനകത്തേക്ക് മനുഷ്യൻ കയറുന്നു. ഈ മോശയുടെ ജീവിതം എടുത്തു പഠിച്ചാൽ 40 ഈ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗങ്ങൾ കടന്നു പോകുന്നത്. അപ്പോ അങ്ങനെ യിത്രോവിന്റെ അടുക്കൽ ചെല്ലുന്നു. യിത്രോവിന്റെ അടുക്കൽ ചെന്ന് ഈ ആടുകളുമായി സഞ്ചരിക്കുന്ന ഒന്നാമത്തെ വർഷം, അല്ലെങ്കിൽ ആദ്യത്തെ വർഷം ഒരുപക്ഷെ മോശ ചിന്തിച്ചു, ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന്, ദൈവം എന്തെങ്കിലും സംസാരിക്കുമെന്ന്. അങ്ങനെ ഒരു ഇടപെടലും ഉണ്ടായില്ല. 2-ാം വർഷം ചിന്തിച്ചു, ഒരു ശബ്ദം ഉണ്ടായില്ല, ഒരു ഇടപെടലും ഉണ്ടായില്ല. നീണ്ട 40 വർഷങ്ങൾ അവൻ ദൈവത്തിന്റെ നിശബ്ദതയിലൂടെ കടന്നുപോയി. അതൊരു പീരീഡാണ്. ദ സൈലൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നിശബ്ദത. ദൈവം നമ്മളോട് സംസാരിക്കാത്ത, ദൈവം നമ്മളോട് ഇടപെടാത്ത, പ്രവാചകൻ സൂം മീറ്റിങ്ങിനകത്ത് വന്ന എല്ലാവരോടും ദൂത് പറഞ്ഞാലും നമ്മളോട് ദൂത് പറയാത്തൊരു സമയം.
ഏറ്റവും അധികം ഒരു ദൂത് കേൾക്കാൻ, ഒരു ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം ഭയങ്കരമായിട്ട് നിശബ്ദമാകും. അങ്ങനത്തെ ദൈവത്തിന്റെ നിശബ്ദതകളിലൂടെ കടന്നുപോയി ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ? ആഗ്രഹിക്കുമ്പോൾ ദൈവം മിണ്ടുന്നില്ല, ദൈവം സംസാരിക്കുന്നില്ല. മോശ ചിന്തിച്ചു, 1-ാം വർഷം സംസാരിക്കും, 2-ാം വർഷം സംസാരിക്കും, 3-ാം വർഷം സംസാരിക്കും. പക്ഷെ നീണ്ട 40 വർഷം മോശ സംസാരിച്ചില്ല. മോശയോട് ദൈവം സംസാരിച്ചില്ല. മോശ ചിന്തിച്ചു എല്ലാം അവസാനിച്ചെന്ന്, എല്ലാം തീർന്നു പോയെന്ന്. പക്ഷേ ഇന്ന് പകൽ ഉറപ്പിച്ചൊരു ദൂത് ഞാൻ പറയാം, നിശബ്ദതകളിലും വാക്തത്വം ചലിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നിശബ്ദമെന്ന് തോന്നുന്ന മേഖലകളിലും ദൈവത്തിന്റെ പ്രോമിസ് കീപ്സ് ഓൺ മൂവിങ് ആണ്. ദൈവത്തിന്റെ പ്രോമിസ് അതിന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിറ്ററലി നമ്മളൊരു ശബ്ദം കേട്ടില്ലെങ്കിലും, നമ്മളൊരു വാക്ക് കേട്ടില്ലെങ്കിലും, ഇന്ന് പകൽ ചിലതിനെ ഉറപ്പിച്ചാത്മാവ് പറയുന്നു, അടുത്ത ദൈവ നിയോഗത്തിന് വേണ്ട പണികൾ നിന്റെ നിശബ്ദതകളിൽ അസാധാരണമായി ദൈവം ചെയ്യുന്നുണ്ട്. മോശേ, നിന്നോട് ദൈവം സംസാരിച്ചില്ലെന്ന് നീ പറയുന്ന 40 വർഷങ്ങളിൽ നിന്നെ കരുത്തുറ്റ ഒരു ലീഡറാക്കാൻ, നിന്നെ കരുത്തുറ്റ ഒരു പാസ്റ്ററാക്കാനുള്ള അസാധാരണമായ പണികൾ ഈ ഓരോ വർഷവും ഞാൻ നിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിശബ്ദതകളിലാണ് നമ്മൾ പണിയപ്പെടുന്നത്. ഒറ്റപ്പെടലുകളിലാണ് ദൈവം നമ്മളെ ഒരുക്കുന്നത്. ഏകാന്തതകൾക്കകത്താണ് ദൈവം നമ്മളെ ഭയങ്കരമായി പ്രിപ്പയർ ചെയ്യുന്നത്. ദൈവ നിയോഗത്തെ വഹിക്കാൻ ദൈവിക ശ്രദ്ധിച്ചേ, എല്ലാ ബിൽഡിങ്ങിന്റെയും ബേസ്മെന്റ് ഒന്നല്ല. എല്ലാ ബിൽഡിങ്ങിന്റെയും ബേസ്മെന്റ് ഒന്നല്ല. പുറത്തെ ബിൽഡിങ്ങിന്റെ നില വർദ്ധിക്കും തോറും അടിസ്ഥാനം ആഴമുള്ളതായിരിക്കും. അയ്യോ, നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആഴമുള്ള ദർശനമാണോ വീണത്? ആഴമുള്ള അടിസ്ഥാനം ഉണ്ടായിരിക്കും. ഒരു നില ബിൽഡിംഗ് പണിയാനുള്ള അടിസ്ഥാനം വേഗത്തിൽ ഉണ്ടാക്കാം. പക്ഷേ അതേസമയം ഒരു 10 നിലയോ 20 നിലയോ 100 നിലയുള്ള ബിൽഡിംഗ് പണിയണമെങ്കിൽ ആരും അറിയാത്ത ആഴങ്ങളിലേക്ക് അത് കുഴിച്ചേ പറ്റൂ. ഭയങ്കര ഡീപ്പിൽ, പുറം ലോകം കാണാത്ത ആഴങ്ങൾക്കകത്തേക്ക് പോയെങ്കിലേ നാളെ പലരും കാണത്തക്ക നിലവാരത്തിൽ നമ്മളുടെ മേൽ വമ്പൻ പണികൾ നടക്കൂ. ഇന്ന് പകൽ ആരൊക്കെയോ പറയുന്നു, പ്രാർത്ഥിച്ചിട്ട് ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന്, ഉപവസിച്ചിട്ടും ദൈവമുഖത്തേക്ക് നോക്കിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. പക്ഷേ ആത്മാവ് പറയുന്നു, ലിറ്ററലി ലോകത്തിന് കാണാത്ത വലിയ പണികൾ ആത്മതലത്തിൽ ദൈവം നിന്റെ മേൽ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നിന്റെ മേൽ കിടക്കുന്ന റെവലേഷൻ അനുസരിച്ച്, നിന്റെ മേൽ കിടക്കുന്ന വിഷൻസിനനുസരിച്ച് ദൈവം അതിനെ കരുത്തുള്ളതാക്കി അകത്തളങ്ങളിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അകത്തളങ്ങളിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ആഴത്തിൽ ദൈവം ചിലത് അടിസ്ഥാനമിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരും അത് കാണുന്നില്ലെങ്കിലും നാളെ പുറത്തേക്കുള്ള പണി വരും. ആ പണി വരുമ്പോ ലോകം നിന്നെ നോക്കി പറയും, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. നീണ്ട 40 വർഷം നിശബ്ദത. പക്ഷേ 40 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു ദിവസം ഈ മരുഭൂമിക്കപ്പുറത്തെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് മോസസ് എത്തുകയാണ്. ദൈവത്തിന്റെ നിശബ്ദതകൾ ദൈവം പൊളിക്കേണ്ട സമയമാകുമ്പോൾ നമ്മളെ എവിടെയാണോ കൂട്ടിമുട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നത് ആ കൃത്യമായ സ്ഥലത്ത് ദൈവം നമ്മളെ എത്തിച്ചിരിക്കും. ദൈവം എവിടെയാണോ നമ്മളെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തേക്ക്, വചനത്തിനകത്തൊരു വാക്യമുണ്ട്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവത്തിന്റെ സെലക്ഷനുകൾ ഭയങ്കര വ്യത്യസ്ത കേട്ടോ. നമ്മൾ ആരെയും ഒരാളോട് ഹൃദയം തുറന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾ അവരോട് പറയോ, വാ മരുഭൂമിയിലേക്ക് പോകാം, അവിടെ വെച്ച് സംസാരിക്കാമെന്ന്. അങ്ങനെ ആരെയും വിളിച്ചാൽ ആരെങ്കിലും വരുമോ? നമ്മൾ ഒരാളോട് സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, നല്ല ആംബിയൻസ് ഉള്ള, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമേ നമ്മൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. മരുഭൂമിയിലേക്കൊന്നും വിളിച്ചാൽ ആരും വരികയില്ല. പക്ഷെ കർത്താവ് പറയാം, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. ഇന്ന് പകൽ ഒരു ഉറപ്പ് പറയാം, കർത്താവ് വിളിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് പൊക്കോണം. മരുഭൂമിക്ക് ജയിക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം അതിനകത്ത് ഒരുക്കി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും.
പിന്നെയും ഈ മരുഭൂമി എന്ന് ലിറ്ററലി ഞാൻ പറഞ്ഞു പോകുന്നത്, നമ്മൾ അനുഭവിക്കുന്ന ഏകാന്തതയാണ് നമ്മുടെ മരുഭൂമി, നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലാണ് നമ്മുടെ മരുഭൂമി, നമ്മൾ അനുഭവിക്കുന്ന നിന്ദയാണ് നമ്മുടെ മരുഭൂമി, നമ്മൾ അനുഭവിക്കുന്ന റിജക്ഷനുകളാണ് നമ്മുടെ മരുഭൂമി. അവിടെയാണ് ദൈവം ഹൃദയം തുറന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിനകത്തേക്ക് ഇന്ന് പകൽ പ്രവചനാത്മാവിൽ ഞാൻ ചിലതിനെ നോക്കി ദൂത് പറയുന്നു. ആ നിശബ്ദതയുടെ സീസൺ ദൈവം മാറ്റാൻ പോകുകയാണ്. ആ 40 വർഷത്തെ ചില വർഷങ്ങളാണ് നീ അനുഭവിക്കുന്ന ആ നിശബ്ദതകളുടെ സീസൺ നിന്റെ മുന്നിൽ പൊളിയുന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിനകത്തേക്ക് നീ കയറാൻ പോകുകയാണ്. ദൈവത്തെ മുഖാമുഖം കാണുന്ന നാളുകളായി നീ അനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ മറുപടികൾ ഒരു മഴ പോലെ പെയ്തിറങ്ങുന്ന ഒരു മറുപടിയല്ല, ഒരു കൂട്ടം മറുപടികൾക്കകത്തേക്ക് ആത്മാവ് ചിലതിനെ കയറ്റുന്ന. കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന പോലും കേൾക്കുന്നില്ലേ? നീ എൻ്റെ ശബ്ദത്തിന് മറഞ്ഞിരിക്കുകയാണോ? ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവേ, ഞാൻ ഒത്തിരി ദൈവസാന്നിധ്യത്തിനകത്ത് നിൽക്കുന്നുണ്ടല്ലോ, എന്നെ അവഗണിച്ച് നീ പോവാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി തരാൻ ഇതാ നമ്മളുമായി കൂട്ടിമുട്ടുന്ന ഒരു ഹോരേബിനകത്തേക്ക് ദൈവം നമ്മളെ കയറ്റാൻ പോവാ. ലിറ്ററലി ദൈവം ചിലതിനു വേണ്ടി, എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ ഇതിനകത്ത് ചിലതിനു വേണ്ടി അങ്ങനെ ചില പ്ലേസുകൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ലോകത്തിന്റെ കണ്ണിന് വെളിപ്പെടാതെ ദൈവം നിനക്ക് വേണ്ടി മാത്രം വെച്ച ചില ഡെസ്റ്റിനേഷനുകൾക്കകത്തേക്ക് ദൈവം നിന്നെ കാണാൻ ആഗ്രഹിച്ച, കൂട്ടിമുട്ടാൻ ആഗ്രഹിച്ച ചില സ്ഥലങ്ങൾക്കകത്തേക്ക് ഭയങ്കര ഡിവൈൻ എൻട്രികളുടെ ഡോറുകൾ ദൈവം ചിലരുടെ മേൽ തുറക്കാൻ പോവുകയാണ്. ഇതെല്ലാവരോടുള്ള ദൂതല്ല, പക്ഷെ ഇതിനകത്ത് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. നീയുമായിട്ടുള്ള ബന്ധത്തിൽ ഭയങ്കര ഒരു പ്ലേസ് ദൈവം തുറക്കാൻ പോകുകയാണ്. അതൊരു മറുപടികളുടെ ഭയങ്കര അധ്യായമായിരിക്കും. ഇന്ന് പകൽ വ്യക്തിപരമായ ഒരു ദൂതിലേക്ക് ഞാൻ പോകാത്തത് സമയം പോകുന്ന ഓർത്തിട്ടാ, പക്ഷേ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, ചിലതിൻ്റെ മേൽ ഒരു ഹോരേബിന്റെ സീസൺ ദൈവം തുറക്കാൻ പോകുകയാണ്. മറുപടിയുടെ സീസൺ, ദൈവം സംസാരിക്കുന്ന സീസൺ ദൈവം ചിലരുടെ മേൽ തുറക്കാൻ പോവുക. ഇതിനകത്ത് ചടങ്ങായി ഇതിനെ കാണാതെ ഭയങ്കരമായി പ്രാർത്ഥിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഹൃദയം തകർന്ന ഉടഞ്ഞ് മറ്റൊരാളോട് ഹൃദയം കൈമാറ്റം ചെയ്യാൻ കഴിയാതെ ഭയങ്കരമായി തകർന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ കർത്താവ് ഉറപ്പിച്ചു പറയുന്നു, കുഞ്ഞെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. തോളെ തട്ടി ആത്മാവ് പറയാം, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഭാരപ്പെടണ്ട. നീ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയോട് നിനക്ക് ആ വിഷയം പറയാൻ പറ്റത്തില്ല. ആ വിഷയം പറഞ്ഞാൽ അതൊരു ഭയങ്കര പ്രതിസന്ധിയിലേക്ക് പോകും. പക്ഷെ കർത്താവ് പറയുന്ന ആ വിഷയത്തെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്ത് ആ വിഷയത്തിനകത്ത് നീ ഒരു മറുപടി കാണുമെന്ന് ആത്മാവ് ഇന്ന് പകൽ ഉറപ്പിച്ചു പറയുന്നു. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് മോസസ് കയറുന്നു. ശ്രദ്ധിച്ചേ, ഇവൻ റിജക്റ്റഡ് ആണ്, ഇവൻ ഭയങ്കരമായി റിജക്റ്റഡ് ആണ്. തിരസ്കരണത്തിന്റെ ഭയങ്കര ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുന്നവനാണ് മോസസ്. അങ്ങനെ മോശ സഞ്ചരിച്ചു പോകുമ്പോൾ മോശ ഒരു കാഴ്ച കാണുകയാണ്. മുൾപ്പടർപ്പ് തീ കൊണ്ട് കത്തുന്നു. സാധാരണ ഈ മനുഷ്യൻ കാണുന്ന കാഴ്ചയാണ് മരുഭൂമിയിൽ മുൾപ്പടർപ്പിന് തീ പിടിക്കുന്നു, അത് വെന്തു പോകുന്നു, സാധാരണ കാണുന്ന കാഴ്ചയാണ്. പക്ഷേ അന്ന് അവൻ കണ്ട കാഴ്ച വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇറങ്ങിയ തീ ഈ മുൾപ്പടർപ്പിനെ ദഹിപ്പിക്കുന്നില്ല, നോക്കും തോറും ഈ മുൾപ്പടർപ്പിന് ശോഭ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, മുൾപ്പടർപ്പിന് തേജസ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച്, ഈ മുൾപ്പടർപ്പ് എന്ന് പറയുന്ന ചെടി അല്ലെങ്കിൽ മുൾച്ചെടി ഒരിക്കലും ആരും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ചെടിയാണ്. നമ്മളാണെങ്കിൽ പോലും ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പഴയ നിയമത്തിന്റെ അകത്ത് ശാപത്തിന്റെ ഒരു സൈനാണ് മുള്ളെന്ന് പറയുന്നത്. മുള്ളും പറക്കാര എന്ന് പറയുന്നത് ശാപത്തിന്റെ ഒരു സൈനാണ്. പക്ഷേ ശ്രദ്ധിച്ച്, ഇവിടെ റിജക്റ്റഡ് ആയി പോയ ഒരുത്തനെ ദൈവവിളിക്കകത്തേക്ക് തിരിക്കാൻ ദൈവം സെലക്ട് ചെയ്യുന്നത് റിജക്റ്റഡ് ആയ ഒരു മുൾച്ചെടിയാണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ദൂതിന്റെ അകത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ടോ? 40 വർഷത്തെ റിജക്ഷനെ പൊളിക്കാൻ ദൈവം ഒരുത്തനെ തിരിക്കാൻ തെരഞ്ഞെടുത്തത് എല്ലാവരും ബ്യൂട്ടിഫുൾ ആയി കാണുന്ന ഒരു ചെടിയെ അല്ല. കണ്ടാൽ ശ്രദ്ധിച്ച്, നമുക്ക് സ്നേഹിക്കണമെന്ന് തോന്നിയാലും മുൾച്ചെടി ആരെങ്കിലും സ്നേഹിക്കുവോ? ഇല്ല. ആരും ചേർത്ത് പിടിക്കത്തില്ല. ചേർത്ത് പിടിക്കുവോ? ഇല്ല. എന്താ? ചേർത്ത് പിടിച്ചാൽ ചേർത്ത് പിടിക്കുന്നവന് മുറിയും, മുറിച്ചിലുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ മുൾച്ചെടികളുമായിട്ട് എപ്പോഴും നമ്മൾ എത്ര ആണെങ്കിലും ഒരു ഡിസ്റ്റൻസ് വെച്ചേ പോകത്തുള്ളൂ.
അതിനോട് എന്ത് ചെയ്യത്തില്ല, അടുക്കത്തില്ല. മോശയും ഇതിനെ ഒന്നും പരിഗണിക്കാതെ പോയൊരു കാലഘട്ടമുണ്ട്. ഇതിനകത്ത് തീ ഇറങ്ങുന്നത്, കത്തിപ്പോകുന്നു, അതൊക്കെ കണ്ട് പരിചയിച്ച മനുഷ്യനാ. പക്ഷേ അന്ന് അവനെ പിടിച്ചു നിർത്തിയത് ഇന്നലെ വരെ കത്തിപ്പോയ മുൾപടർപ്പ് ഇപ്പോൾ കത്തി തീരുന്നില്ല, കത്തി ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. റിജക്റ്റഡ് ആയി പോയതിനെ വിളിക്കകത്തേക്ക് തിരിക്കാൻ ദൈവം സെലക്ട് ചെയ്തത് റിജക്റ്റഡ് ആയി പോയ ഒരു മുൾച്ചെടിയെയാണ്. ഇന്ന് പകൽ ദൈവം അങ്ങനെ ചിലതിനെ തൊടാൻ പോട്ടോ. റിജക്ഷൻ അനുഭവിക്കുന്ന ചിലതിനെ പുറത്തെടുക്കാൻ റിജക്ഷനിലൂടെ പോയ നിന്നെ ദൈവം സെലക്ട് ചെയ്യാൻ പോവാ. ഇതാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിന്റെ റിജക്ഷനുകൾ ദൈവത്തിന്റെ സെലക്ഷനുകളായി മാറാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് ശാന്തമായി കർത്താവിനോട് സംസാരിച്ചു 1-2 ദൂതുകളുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങയ്ക്ക് തെരഞ്ഞെടുക്കാൻ എന്തുമാത്രം വൃക്ഷങ്ങളുണ്ട്, എന്തുമാത്രം സസ്യങ്ങളുണ്ട്, എന്തുമാത്രം ഉപാധികളുണ്ട്, പക്ഷെ എന്തിനാ ഈ മുൾച്ചെടിയെ തെരഞ്ഞെടുത്തേ? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ? കർത്താവിനോട് പറഞ്ഞു, എനിക്ക് അവനിലൊന്ന് ഇറങ്ങണം. കാരണം കാലങ്ങളായി അവഗണനയുടെ പുതപ്പ് കൊണ്ട് നടക്കുന്നവനാ ഇവൻ. അത് പറയുമ്പോൾ കർത്താവിനോട് ഒരു വാക്യം പറയുന്നു, അവർ രട്ടിനെ അഴിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുന്നതയോ കേട്ടോ. കാലങ്ങളായി ആരോ നിനക്ക് പതിപ്പിച്ചു തന്ന ചില ഉടുപ്പുകളെ അവൻ ഊരി മാറ്റിയിട്ട് അവൻ സന്തോഷമെന്നൊരു ഉടുപ്പ് ഇന്ന് പകൽ ഇതിനകത്ത് മനോവ്യസനങ്ങൾ കർത്താവ് പൊളിക്കാൻ പോകുകയാണ്. ഹൃദയത്തിനകത്ത് വന്നുകൂടിയ ചില വിഷമങ്ങൾ അതിനെ തൊടാൻ വേണ്ടി പോകുകയാണ്. കർത്താവ്, ഞാൻ ശാന്തമായി ചോദിച്ചു, എന്താണ്? എന്നോട് കർത്താവ് പറഞ്ഞു, മോനെ, ഈ മുള്ളുകൾ എന്താണെന്ന് നിനക്കറിയാവോ? എന്നോട് കർത്താവ് പറഞ്ഞു, ഉണങ്ങാത്ത മുറിവുകളാണ് മുള്ളുകളായി മാറുന്നത്. അതെന്നോട് കർത്താവ് പറഞ്ഞൊരു വാക്കാണ്. ശ്രദ്ധിച്ചേ, ഉണങ്ങാത്ത മുറിവുകളാണ് പിന്നീട് മുള്ളുകളായി മാറുന്നത്. ഒരുവനിൽ റിജക്ഷൻ വെളിപ്പെട്ടാൽ, ഒരുവനിൽ ഹൃദയത്തിനകത്തൊരു മുറിവ് വെളിപ്പെട്ടാൽ, അതിനെ ഉണക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മുള്ളുകളായി മാറും. അതായത് ഹൃദയത്തിന്റെ അകത്ത് ആന്തരികമായി മുറിക്കപ്പെട്ട ആ ഭാഗം കൂടെ പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ച ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഇനി എൻ്റെ മുമ്പിൽ ഒരു 15 മിനിറ്റുകളുണ്ട്, അതിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ശ്രദ്ധിച്ച്, ഉണങ്ങാത്ത മുറിവുകളാണ് മുള്ളുകളായി മാറുന്നത്. ഇന്ന് പകൽ ഈ ചൈൽഡ്ഹുഡ് പ്രായം മുതൽ ആ ഒരു മേഖലയെ തൊടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ചൈൽഡ്ഹുഡ് മുതൽ നമ്മുടെ അകത്തുണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ ഈ മീറ്റിങ്ങിനകത്ത് ഉണങ്ങണം. ഭയങ്കര ഒരു നിയോഗം ദൈവം കൈമാറാൻ വേണ്ടി പോകുകയാണ്. ഷറാബ റതന, നമ്മുടെ വളർച്ചകൾക്ക് തടസ്സമായി നിൽക്കുന്ന ചില ഉണങ്ങാത്ത മുറിവുകൾ ഇന്ന് രാത്രികാലം അതിനോട് ഗുഡ് ബൈ പറയുന്ന, ചിലതിനെ മനഃപൂർവ്വമായി ക്ഷമിക്കാൻ സത്യമാണ്, നമ്മുടെ ഭാഗത്താണ് 100% റൈറ്റ്. അവർ മനഃപൂർവ്വം നമ്മളെ മുറിച്ചതാണ്, അവർ മനഃപൂർവ്വം നമ്മളെ അവഗണിച്ചതാണ്, അവർ മനഃപൂർവ്വം നമുക്കെതിരെ അപവാദം പറഞ്ഞതാണ്, അവർ മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ ഹൃദയം തുറന്നിന്ന് പകൽ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ആ മുറിവുകൾക്ക് മീതെ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടാൻ വേണ്ടി പോകുകയാണ്. ഈ മുള്ളുകൾ ഇരിക്കുന്നിടത്തോളം നമ്മുടെ അകത്ത്, ശ്രദ്ധിച്ചേ, മുറിക്കപ്പെട്ടവൻ ഒരിക്കലും മുറിഞ്ഞവന്റെ മുറിവ് കെട്ടാൻ കഴിയല്ല. എൻ്റെ കൈ മുറിഞ്ഞിരിക്കുകയാണ്, ഞാൻ മറ്റൊരുത്തൻ്റെ മുറിവ് കെട്ടാൻ ഞാൻ ശ്രമിച്ചാൽ എൻ്റെ മുറിവിൽ നിന്നുള്ള രക്തം കൂടെ അവൻ്റെ ശരീരത്താകും. കരിയാത്ത മുറിവുകളുമായി ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്താൽ ആദ്യം ആ പേഷ്യന്റ് പറയും, ഡോക്ടർ, നിന്റെ കൈ ബ്ലീഡ് ആകുന്നു, ആദ്യം അതിനെ കെട്ടുക, അതിനുശേഷം എന്നെ കെട്ടാൻ വരിക. ഡോക്ടർ എന്ന പേരുണ്ടെങ്കിലും അവനിൽ ഉണങ്ങാത്തൊരു മുറിവുണ്ടെങ്കിൽ അവൻ്റെ അടുത്തു വരുന്ന പേഷ്യൻസ് അത് അഡ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽ ആ മുറിവുകൾ കെട്ടപ്പെട്ടാൽ ഇങ്ങനെ തകർക്കപ്പെട്ട ഒത്തിരി പേരെ കെട്ടുവാനുള്ളൊരു അഭിഷേകം ഇന്ന് പകൽ ആത്മാവിടും. നീ അനുഭവിച്ച റിജക്ഷൻ, ആ റിജക്ഷനകത്ത് തുടരാനല്ല, ഇങ്ങനെ റിജക്ഷനിലൂടെ പോകുന്ന ഒത്തിരി പേരെ പുറത്തെടുക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചേ, ഇന്ന് ആത്മലോകത്തിൽ ഫിസിക്കൽ മുറിവുകളെക്കാൾ അകത്ത് മുറിവ് അനുഭവിക്കുന്ന ഒരു തലമുറയുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എവിടെയൊക്കെയോ വെച്ച് കെട്ടാൻ കഴിയാതെ. ശ്രദ്ധിച്ചേ, ഈ നല്ല ശമരിയക്കാരൻ വന്നപ്പോഴാണ് മുറിവുകൾ കെട്ടപ്പെട്ടത്. പുരോഹിതൻ ആ വഴിക്ക് വന്നു, പുരോഹിതന് മുറിഞ്ഞവന്റെ മുറിവ് കെട്ടാൻ കഴിഞ്ഞില്ല.
ലേവ്യൻ വന്നു, അവന് കെട്ടാൻ പറ്റിയില്ല. പക്ഷേ നല്ല ശമരിയക്കാരൻ വന്നപ്പോ അവന്റെ കയ്യിൽ വീഞ്ഞും എണ്ണയും ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ, അതൊരു ഭയങ്കര ദൂത കേട്ടോ. ഒറ്റ വാക്കി പറഞ്ഞ് ഞാൻ അങ്ങ് പോകാം. വീഞ്ഞും എണ്ണയും അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്താ വീഞ്ഞ്? വീഞ്ഞ് അകത്തെ മുറിവിനും എണ്ണ പുറത്തെ മുറിവിനും. ഇങ്ങനെ ഇന്ന് പകൽ, ഇന്ന് രാത്രികാലം ആ നല്ല ശമരിയക്കാരൻ ഇതിനകത്ത് നമ്മൾ അനുവദിച്ചാൽ അവൻ ഇറങ്ങും. ഉണങ്ങാത്ത മുറിവുകളെ കെട്ടാൻ. അകത്തെ മുറിവുകൾക്ക് അവൻ വീഞ്ഞു പകരും കേട്ടോ. അകത്തെ മുറിവുകൾക്ക് ഇന്ന് പകൽ അവൻ വീഞ്ഞു പകരും. പുറത്തെ മുറിവുകളുടെ മേൽ അവൻ എണ്ണ വെക്കും. അതുകൊണ്ടും നിർത്തത്തില്ല. ഈ മുറിവ് കരിയുന്നത് വരെ ചില സത്രങ്ങളിൽ അവൻ നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. അവനാൽ ഒരുക്കപ്പെട്ട ചില ഡിവൈൻ റൂമുകൾക്കകത്ത് ഈ മുറിവ് ഉണങ്ങുന്നത് വരെ നമ്മളെ സെറ്റിൽ ചെയ്യാൻ അവൻ നമ്മളെ കയറ്റാൻ വേണ്ടി പോകുകയാണ്. ശ്രദ്ധിച്ച്, നാളുകളായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഉണങ്ങാത്ത മുറിവുകൾ, ആ ചൈൽഡ്ഹുഡ് മുതൽ നമ്മൾ അനുഭവിക്കുന്ന ട്രോമകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നമുക്ക് അങ്ങ് ക്ഷമിച്ച് കളയാം കേട്ടോ. ഇന്ന് പകൽ ആ മുറിവ് ഉണങ്ങട്ടെ. ശ്രദ്ധിച്ച്, നമ്മുടെ അകത്ത് മുറിവുണ്ടെങ്കിൽ ഒരുവൻ മാനസികമായി തകർക്കപ്പെട്ടാൽ അത് അവൻ്റെ ശരീരത്തെ ഭയങ്കരമായി ബാധിക്കും. ചില രോഗങ്ങൾക്ക് പിന്നിൽ പോലും ഉള്ളത് ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക വ്യതയാണ്. തകർന്ന മനസ്സ് അസ്ഥികളെ ഉരുക്കുമെന്നാണ് വചനം പറഞ്ഞേക്കുന്നത്. ഇന്ന് പകൽ ആ മാനസിക ഫലങ്ങളുടെ മേൽ ഭയങ്കര ഒരു ഹീലിംഗ് ഇറങ്ങിയാൽ ശരീരത്തിൽ ഭയങ്കര ഫ്രീഡം ഇറങ്ങും. നമ്മൾ അവസാനം ഒരുമിച്ച് പ്രാർത്ഥിക്കും. ശരീരത്തിൽ ഭയങ്കര ഫ്രീഡം ഇറങ്ങും. അപ്പൊ ഉണങ്ങാത്ത മുറിവുകളാണ് മുള്ളുകളായി മാറിപ്പോകുന്നത്, മുള്ളുകളായി വളർന്നു വരുന്നത്. ഇന്ന് പകൽ ആ മേഖലകളുടെ മേൽ മുള്ളിനോട് ദൈവം ശാന്തമായി ചോദിക്കും, നീ ഒന്ന് അനുവദിക്കാവോ? നീ ഒന്ന് അനുവദിച്ചാൽ എൻ്റെ തീയെ ഞാൻ നിന്റെ മേൽ അയക്കാം, എൻ്റെ സാന്നിധ്യത്തെ ഞാൻ നിന്റെ മേൽ അയക്കാം, എൻ്റെ മഹത്വത്തെ ഞാൻ നിന്റെ മേൽ അയക്കാം. അങ്ങനെ ഒരു മഹത്വം ഇന്ന് പകൽ ഇറങ്ങിയാൽ വെളിപ്പെട്ട് നിൽക്കുന്ന സകല മുറിവുകളും ഇന്ന് പകൽ ഉണങ്ങാൻ പോവുകയാണ്. വെളിപ്പെട്ട് നിൽക്കുന്ന സകല മുറിവുകളും. മുൾപ്പടർപ്പിനോട് ദൈവത്തിന് ശാന്തമായി ചോദിക്കാൻ ഒരു ചോദ്യം, ഒന്ന് പ്ലാറ്റ്ഫോം ആകാമോ? ദൈവ തേജസ് ഇറങ്ങി നിൽക്കാൻ. മോശ ആദ്യം കാണുന്നത് ഒരു ദൂതൻ മുൾപ്പടർപ്പിൽ ഇറങ്ങി നിൽക്കുന്നതാണ്. പിന്നീട് കാണുന്നത് ദൈവം ആ മുൾപ്പടർപ്പിൽ ഇറങ്ങി നിൽക്കുന്നതാണ്. ഇന്നു പകൽ അനുവദിച്ചാൽ ദൈവത്തിന് ഇറങ്ങാൻ പാകത്തിൽ ഒരു പ്ലാറ്റ്ഫോം ആക്കി ദൈവം നമ്മളെ മാറ്റാൻ ചില ദൂതന്മാരെ ആദ്യം നമ്മുടെ മധ്യത്തിൽ അവൻ അയക്കും. ഒരു ദൂതൻ ഇറങ്ങി ആ മുൾപ്പടർപ്പിനെ ദൈവത്തിന് ഇറങ്ങി വരാൻ ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റി. ഇന്നു പകൽ അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായ അവന്റെ മൈറ്റി ഏഞ്ചൽസ് നമുക്ക് വേണ്ടി ഇറങ്ങേണ്ട മേഖലകളിൽ ഇറങ്ങും. ഇറങ്ങിയിട്ട് അവിടെ ഒരു തീ അവൻ കത്തിക്കുകയാണ്. കത്തിച്ചതിന് ശേഷം ദൈവത്തിന് ഇറങ്ങി വരാൻ ഒരു പ്ലാറ്റ്ഫോം അവിടെ അവൻ ഉരുവാക്കി കൊടുക്കുകയാണ്. ശ്രദ്ധിച്ച്, പ്ലാറ്റ്ഫോം റെഡിയായപ്പോ മുൾപ്പടർപ്പിനകത്തേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഇന്നലെ വരെ മോശ പോലും അവഗണിച്ച നമ്മൾ വായിച്ചു കേട്ടതുപോലെ മോശ പറയുകയാണ്, മുൾപ്പടർപ്പ് വെന്തു പോകാത്ത ഈ വലിയ കാഴ്ച, ഈ വലിയ കാഴ്ച. ശ്രദ്ധിച്ചേ, സാധാരണ ഒരു കാഴ്ചയല്ല. മോശ പറയും ഇതൊരു വലിയ കാഴ്ചയാ. നീ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം നിന്നെ വലിയ കാഴ്ചയാക്കി മാറ്റാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിൻ്റെ ശോഭ നിന്റെ മേൽ ഇറങ്ങിയാൽ, ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങിയാൽ, റിജക്ഷനുകളുടെ മേൽ ദൈവത്തിൻ്റെ ഭയങ്കര സെലക്ഷനുകൾ വീഴാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ആ മുള്ളുകളെ മറയ്ക്കുന്ന, ആ മുറിവുകളെ മറയ്ക്കുന്ന ഒരു തേജസ് ഇന്നു പകൽ ചിലതിൻ്റെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി പോകുകയാണ്. മുള്ളിൻ്റെ റിജക്ഷൻ പൊളിഞ്ഞപ്പോൾ, മുള്ളിന്റെ മേൽ ഒരു സെലക്ഷൻ വീണപ്പോൾ 40 വർഷമായി ഒരുവൻ അനുഭവിക്കുന്ന റിജക്ഷൻ ദൈവം അന്നവിടെ പൊട്ടിച്ചിട്ട് അവന്റെ മേൽ ഭയങ്കര ഒരു നിയോഗത്തിന്റെ കൈമാറ്റം അന്ന് കർത്താവ് കൈമാറ്റം ചെയ്യുക. മോശേ വിളിക്കുക, ആവർത്തിച്ച് ദൈവം വിളിക്കുക. മോശേ, ഒരു വിളി കൊണ്ട് മോശ കേട്ടില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കർത്താവ് വിളിക്കുക. മോശേ, ഇന്ന് പകൽ നമ്മുടെ പേര് പറഞ്ഞ് കർത്താവ് വിളിക്കുക കേട്ടോ. ഈ മരുഭൂമി കൊണ്ട് നീ അവസാനിക്കത്തില്ല, ഈ ആടുകളെ കൊണ്ട് നീ അവസാനിക്കത്തില്ല. ശ്രദ്ധിച്ചേ, ഭയങ്കര നിയോഗമൊക്കെ കൊടുത്ത് മോശയെ വിലപ്പെടുത്തുമ്പോൾ മോശ പറയുക, കർത്താവേ ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല. കർത്താവേ ഞാൻ തടിച്ച നാവുള്ളവനും
വിക്കുള്ളവനുമാണ്. ശ്രദ്ധിച്ചേ, 40 വർഷം മോശ പോലും ഉപയോഗിക്കാതെ താൻ റിജക്റ്റ് ചെയ്ത ഒരു സംവിധാനമാണ് അവന്റെ നാവ്. ആരോട് സംസാരിക്കാൻ ആരും ഇല്ല. ആടുകൾ മാത്രമേ ഉള്ളൂ. കേവലം ചില സിഗ്നലുകൾ മാത്രം ആടുകൾക്ക് കൊടുത്താൽ മതി. സംസാരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് മോശ മനഃപൂർവ്വം അവഗണിച്ച തൻ്റെ അവയവമാണ് ടങ് എന്ന് പറയുന്നത്. റിജക്ഷൻ അനുഭവിക്കുന്നവന്റെ ഉള്ളിൽ അവൻ പോലും റിജക്റ്റ് ചെയ്ത അവന്റെ നാവ്. കർത്താവ് പറയാ, കുഞ്ഞെ, ഞാൻ നിന്റെ നാവായിട്ടിരിക്കാം. നീ പറയുന്ന വിക്കില്ലേ, നീ പറയുന്ന തടിച്ച നാവില്ലേ, അവിടേക്ക് നീ റിജക്റ്റ് ചെയ്ത ആ നാവിലേക്ക് ഞാൻ കയറിയിരിക്കാം. ഞാൻ നിന്നെ അത്ഭുതമാക്കാം, ഞാൻ നിന്നെ അടയാളമാക്കാം. ഇന്ന് പകൽ ചില നാവുകൾക്ക് മീതെ ഭയങ്കര അധികാരം വരാൻ വേണ്ടി പോകുകയാണ്. കേവലം ചില റൂമുകൾക്കകത്ത് ഒതുങ്ങിപ്പോകുന്ന ശുശ്രൂഷകളല്ല, എവിടെയൊക്കെയോ തകർക്കപ്പെട്ടു പോയ ചിലതിനെ ശരാമന ഘടകത്താനിയം ജനം വൈഡപ്രവന ഘടകതീയ ലകൽക്കമനക ഉലകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും അധികം ജനത്തെ നയിച്ച പാസ്റ്ററാണ് മോസസ് എന്ന് പറയുന്ന മനുഷ്യൻ. അവൻ പറഞ്ഞു, ഞാൻ തടിച്ച നാവും വിക്കുള്ളവനുമാണ്. റിജക്ഷൻ അനുഭവിച്ചവനെ, നിന്നെ ഞങ്ങൾക്കാരാ ന്യായാധിപതിയാക്കിയേ, നിന്നെ ഞങ്ങൾക്കാരാ മേലധികാരിയാക്കിയത് വെച്ചവരുടെ നടുവിൽ കരുത്തോടെ ശക്തിയോടെ ആ കാലഘട്ടത്തിലെ ശക്തനായ പ്രവാചകനാക്കി, ശക്തനായ ദൈവനിയോഗം വഹിക്കുന്ന ലീഡറാക്കി ദൈവനെ മടക്കി അയക്കുകയാണ്. ഒരു തിരിച്ചുവരവില്ലെന്ന് പറഞ്ഞ് മോശ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് ദൈവനെ കരുത്തനാക്കി അയക്കുക കേട്ടോ. തിരിച്ചയക്കുമ്പോ മോശയോട് ദൈവം പറയുന്നൊരു ദൂതുണ്ട്, ഞാൻ നിന്നെ ഫറവോനും ദൈവമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഫറവോനാണ് മിസ്രൈം ദേശത്തിന് ദൈവം. പക്ഷെ നീ എപ്പോൾ ആ പെർമിസിൽ എൻ്റർ ആവുമോ, പിന്നീട് ആ ദേശത്ത് എന്ത് സംഭവിക്കണമെന്ന് മോശ നീ തീരുമാനിക്കും. ലറമനകടകശ്മന, നിന്റെ ആയുസിനെതിരെ മോശയെ കൊന്നുകളയാൻ പദ്ധതിയിട്ട ഫറവോനിയ മണ്ഡലങ്ങൾക്കു മീതെ ദൈവത്തിന്റെ സെലക്ഷൻ ഒരുവന്റെ മേൽ വീണപ്പോ അവന്റെ ശബ്ദത്തിന്റെ അകത്ത് ഭയങ്കര ദൈവപ്രവൃത്തികൾ നടക്കുകയാണ്. നമ്മുടെ മുന്നിൽ സമയം മുന്നോട്ട് പോയത് കൊണ്ട് ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോകുക. ഈ വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഈ ദൂത് വെച്ച് നിങ്ങൾ വചനം മൊത്തം എടുത്തു വെച്ച് പഠിച്ചോ. എവിടൊക്കെ റിജക്ഷൻ വീണിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ സെലക്ഷൻ ഭയങ്കരമായി വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിനകത്ത് വാക്കി എഴുതിയത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. കാനാവിൽ ഒഴിവാക്കപ്പെട്ട പാത്രങ്ങൾക്കകത്താണ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ ദൈവം അതിനെ സെലക്ട് ചെയ്തത്. എവിടെ റിജക്ഷൻ വെളിപ്പെടുന്നു അവിടെ സെലക്ഷൻ വീഴും. അഹരോന്റെ വടിയെ അവർ റിജക്റ്റ് ചെയ്തു, പക്ഷെ ദൈവം അതിനെ സെലക്ട് ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് അതിനകത്ത് 3 സീസണിൽ സംഭവിക്കേണ്ടത് ഒരുവന്റെ വടിമേൽ ഒറ്റ രാത്രി സംഭവിക്കുകയാണ്. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു. ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം 3 തവണയായി സംഭവിക്കേണ്ട കാര്യം, 3 സീസണിൽ സംഭവിക്കേണ്ട കാര്യം ഒറ്റ രാത്രിയിൽ, വേരില്ലാതെ വെള്ളമില്ലാതെ വളവില്ലാതെ ഒറ്റ രാത്രിയിൽ റിജക്റ്റ് ചെയ്തവരുടെ നടുവിൽ മണിക്കൂറുകൾക്കകത്ത് ദൈവം അവനെ തെളിയിക്കുകയാണ്. അവന്റെ കമ്പ് അകത്തോട്ട് പോയപ്പോൾ കേവലം ഒരു വടിയായിരുന്നു, പക്ഷെ തിരിച്ചെടുത്തുകൊണ്ട് വന്നത് ഒരു വൃക്ഷമാണ്. ഇന്നു പകൽ നിന്നെ റിജക്റ്റ് ചെയ്തവരുടെ നടുവിൽ ഭയങ്കര ഗ്രോത്ത് ചിലതിന്റെ മേലാത്മ വിടാൻ പോകുകയാണ്. ഷറാമ റഗത്തന പ്രഭാനിയന്തന, ഒരു സാധ്യതയില്ലാത്ത മേഖലകളിൽ നിന്നെ റിജക്റ്റ് ചെയ്ത് നിന്നെ അവഗണിച്ച് മനഃപൂർവമായി ലിസ്റ്റിൽ നിന്ന് നിന്റെ പേര് ഒഴിവാക്കി നീ ഉയർന്നു വരേണ്ട മേഖലകളിൽ നിന്നെ മനഃപൂർവ്വം അവഗണിച്ച ലറാമ ശതന, നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പ്ലാറ്റ്ഫോമുകൾക്കകത്തുനിന്ന് പോലും നിന്നെ ഒഴിവാക്കിയ ചില മേഖലകളുടെ നടുവിൽ ആത്മാവ് പറയുന്നു, ആർക്കും തടയാൻ കഴിയാത്തൊരു വളർച്ച. ഇനി ഗൗരവമായി പ്രാർത്ഥിക്കണം. നമ്മൾ അടുത്ത 5 മിനിറ്റ് അകത്ത് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഇന്ന് രാത്രി റിജക്ഷനുകളുടെ മേൽ ഭയങ്കര സെലക്ഷൻ വീഴുകയാണ്. നിന്റെ പേരെഴുതിയ വടി, നിന്റെ പേരെഴുതിയ നിന്റെ കുടുംബം, നിന്റെ പേരെഴുതിയ നിന്റെ മിനിസ്ട്രി, നിന്റെ പേരെഴുതിയ നിന്റെ ശുശ്രൂഷകൾ, അത് തളിർത്ത് പൂത്ത് ഒരുത്തനും തടയാൻ കഴിയാത്ത, ഒരച്ചാച്ചനും ഒതുക്കാൻ കഴിയാത്ത മേഖലകളിൽ ആത്മാവ് നിന്നെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ആത്മാവ് നിന്നെ ഫ്ലറിഷ് ചെയ്യാൻ
കളയാൻ വേണ്ടി പോകുകയാണ്. നിന്റെ തലമുറയെ അവൻ മാനിക്കാൻ വേണ്ടി പോകുകയാണ്. ഷാറാബാന ഹതര ക്രബാനിയ നീ അനുഭവിച്ച റിജക്ഷനുകൾക്ക് അവൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി പോയ കേട്ടോ. ജനിച്ചു വീണപ്പോ അമ്മ വെച്ചു കൊടുത്തൊരു റിജക്ഷനാണ് എബ്ബേസിന്റെ തലയ്ക്ക് മുകളിൽ നീ ഒരു വ്യസനപുത്രനാണെന്ന്. ആ റിജക്ഷൻ കൊണ്ട് ആ മനുഷ്യൻ സഞ്ചരിച്ചു. പക്ഷേ സാന്നിധ്യത്തിനകത്ത് കയറിയിരുന്ന ഉണങ്ങാത്ത മുറിവിനെ ആ മനുഷ്യൻ പൊട്ടിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ ആതിരികളെ വിശാലമാക്കണം. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അതിന് നൽകി. ഇന്നു പകൽ ഉണങ്ങാത്ത മുറിവുകളെ ദൈവം ഉണക്കിയിട്ട് നിന്റെ മേൽ പലരും കൽപ്പിച്ചു തന്ന റിജക്ഷന്റെ മേഖല ദൈവം പൊട്ടിച്ചിട്ട് ദൈവം നിനക്ക് മാന്യത കൽപ്പിക്കാൻ പോകുകയാണ്. ലറമനഘടകശ്മന ദൂരപ്രവചനാദിയശ്മനം വേദഘടകം ജാന പ്രവനഘടകസിയ. 1-2 നിമിഷം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ലോകത്തിന്റെ അവഗണനകൾ ദൈവത്തിന്റെ ഭയങ്കര തെരഞ്ഞെടുപ്പുകളായി മാറാൻ പോകുക. നിന്നെ അവഗണിക്കട്ടെന്നേ, നിന്നെ മാറ്റി നിർത്തട്ടെന്നേ. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പൊട്ടിക്കിളിർക്കും. ഒരു കാലത്ത് നിന്നെ നോക്കുമ്പോൾ കാണുന്നത് വെട്ടേറ്റ പാടുകളാണ്. പക്ഷെ ആത്മാവ് പറയുന്നു, ആ വെട്ടിയിടത്തെല്ലാം ഭയങ്കര കിളിർപ്പ് വരാൻ പോകുകയാ. പലരും കണ്ടത് പാടുകൾ മാത്രമാ. എവിടെയൊക്കെയോ നീ മുറിക്കപ്പെട്ടതാണ്, എവിടെയൊക്കെയോ നീ ഒതുക്കപ്പെട്ടതാണ്, എവിടെയൊക്കെ നീ ഒഴിവാക്കപ്പെട്ടതാണ്. പക്ഷെ ആ മേഖലകൾക്കകത്തല്ല, വെട്ടുവീണ സകല മേഖലകൾക്കും ഭയങ്കര വളർച്ചകൾ വെളിപ്പെടാൻ പോകുകയാണ്. ഭയങ്കര മഹത്വം ഇറങ്ങാൻ പോകുന്ന ആർത്തു വളരുന്നത് പോലെ ശബാരിയ തേരിയം തേരിയം ശബ്ദേരിയ നിന്നെ ആ ദേശത്തുനിന്ന് പറിച്ചു കളയാൻ ശബന ഹടകസ്താരിയം ജലം പ്രബനഘടകസിയന്തന രകൽക്കമനഘടക ദീയം ശബ്ദേരിയന്തന റകൽക്കമന നാമ്പ് പോലും ശേഷിപ്പിക്കാതെ പിഴുതെറിഞ്ഞു കളയാൻ പൈശാചിക ലോകം പദ്ധതിയിട്ടപ്പോ നിന്നെ പിടിച്ചു നിർത്തിയ ഒരു കരമുണ്ട് കേട്ടോ. ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, ജോലിയല്ല, നീ കണ്ട ഒരു മേഖലകളുമല്ല, വേരോടെ നിന്നെ പറിക്കാൻ നിന്നപ്പോ നീയാകുന്ന വൃക്ഷത്തെ ചേർത്ത് പിടിച്ചൊരു കരമുണ്ട്. ശാഖാമ റകത്തിരിയന്തന വൈഡപ്രഭനഘടകസിയ. അതുകൊണ്ട് ഇന്നലകളിൽ നടത്തിയ അതേ ദൈവം വീണ്ടും നടത്താൻ ശക്തനാണെന്ന് ആത്മാവ് വീണ്ടും ചിലതിനെ ഇതിനകത്ത് ഉറപ്പിക്കുകയാണ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഈ പ്രഭാത സമയത്തിൽ, ഈ സന്ധ്യാസമയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങൾ അങ്ങേ ഒത്തിരി വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നു. എവിടെയോ ഞങ്ങൾ റിജക്റ്റഡ് ആണ്, ഇനിയും ഞങ്ങളുടെ മേൽ ഒരു തിരഞ്ഞെടുപ്പില്ല, ദൈവം പോലും നിശബ്ദമാണെന്ന് ഞങ്ങൾ ചിന്തിച്ച ചില മേഖലകളുടെ നടുവിൽ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ആ മരുഭൂമിക്കപ്പുറം ഞങ്ങളെ വിളിക്കാൻ പാകത്തിൽ അങ്ങ് ഇറങ്ങി നിൽക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. പ്രത്യേക ഈ മിനിസ്ട്രി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ദാസിയെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് നന്ദി പറയുന്നു. അനേകർക്ക് മാതാവാക്കി പിതാവാക്കി അങ്ങ് നിർത്തണമേ. ഒത്തിരി പേരുടെ മുറിവ് കെട്ടാൻ ശരാമ റകൽക്കമനഘടകസിയ വിശേഷമായ ജ്ഞാനം കൊണ്ടും വിശേഷമായ ദൈവകൃപ കൊണ്ടും പരിശുദ്ധാത്മാവ് നിറയ്ക്കണം കർത്താവേ. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ നാവുകളുടെ മേൽ ഭയങ്കര അധികാരമിട്ട് പരിശുദ്ധാത്മാവ് ഭയങ്കര പണികൾ, എവിടെയൊക്കെയോ തകർന്നു പോയ പൈശാചിക ലോകം കുഴി തോണ്ടിയ പൈശാചിക ലോകം അടിസ്ഥാനക്കല്ല് പോലെ പറിച്ചു കളഞ്ഞ, എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, അടിസ്ഥാനം പോലും ഇല്ലാതെ പറിച്ചു കളഞ്ഞ ചിലതിനെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു. ഷാറേമ കറ്റല പ്രബനഘടകതീയ രകൾ തകർന്നുപോയ ബന്ധങ്ങൾ, ഉടഞ്ഞുപോയ ബന്ധങ്ങൾ, ശബാര കറ്റല പ്രവചനഗതിയം ശത്തേരിയ നിങ്ങൾ വാക്കുകൾ കൊണ്ട് തിരിച്ചു പിടിക്കുന്ന ആത്മാ പറയുന്നു. കർത്തദാസനോടും കർത്തദാസയോടും ആത്മാ ഉറപ്പിച്ചു പറയുന്നു, ഒരു സങ്കേതം പോലെ, ഒരു സത്രം പോലെ പരിശുദ്ധാത്മാവ് ചിലതിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. റകനാദകന ഉടഞ്ഞുപോയ ചിലതിനെ പണിയാൻ ശബാന കൽക്കമനഘടകസിയന്തന നിങ്ങളുടെ വാക്കുകൾക്കും മീതെ റബാന പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ആത്മമേഖലയിൽ നിൽക്കുന്ന അഭിഷക്തന്മാർക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ചില മേഖലകൾ, അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അതിനെയൊക്കെ ആത്മാവിൽ തൊടാൻ പരിശുദ്ധാത്മാവ് ഭയങ്കര അധികാരം നിങ്ങളുടെ മേൽ ദിവസങ്ങൾ ഇടുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന എല്ലാവരും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇപ്പോൾ ഇതിനകത്ത് രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനകത്ത് സ്ട്രഗിളുകൾ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ. മരുഭൂമിയിൽ മന്ന പെയ്തിറങ്ങിയതുപോലെ, കാടപ്പക്ഷി പറന്നിറങ്ങിയതുപോലെ ദൈവിക പ്രവർത്തികൾ അവരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ. ഉണങ്ങാത്ത മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഉണങ്ങട്ടെ കർത്താവ്. റിജക്ഷനുകൾ യേശുവിന്റെ നാമത്തിൽ, ബാല്യകാലം മുതൽ ചിലതിനെ കെട്ടിക്കളഞ്ഞ ചില ട്രോമകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പലവിധമായ പ്രതിസന്ധികളുടെ മുഖത്ത് പലതിനെയും തകർത്ത് കളഞ്ഞ, പലതിനെയും കുരുക്കിയിട്ട ചില ഓർമ്മകൾ, ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, മുൾക്കൊളുത്ത് വലിക്കുന്നത് പോലെ, മുള്ളുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുന്നത് പോലെ വന്നുപോയ ചില ട്രോമകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരതിനകത്തുനിന്ന് പുറത്തു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒരു വ്യക്തിയോട് തുറന്നു പറയാൻ കഴിയാത്തതുപോലെ ചിലർ അനുഭവിക്കുന്ന ട്രോമകൾ, മെന്റൽ ട്രോമകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. ഭയങ്കര ഇന്നർ ഹീലിംഗ് ചിലരുടെ മേൽ സംഭവിക്കട്ടെ കർത്താവേ. ആ മുറിവുകൾ ഇപ്പോൾ കരിയട്ടെ. ആ മുറിവുകൾക്ക് പിന്നിൽ നിൽക്കുന്ന ഓർമ്മകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഉറക്കത്തെ തടയുന്ന, ഉറക്കത്തിനകത്ത് പോലും ഞെട്ടി എഴുന്നേൽപ്പിക്കുന്ന ദുരന്ത കാരണമായ ഓർമ്മകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം ചലിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇങ്ങനെ അവസരം ഒരുക്കി തന്ന പ്രിയ കർത്തദാസനോട്, കർത്തദാസിയോട് നന്ദി അറിയിക്കുന്നു. ഒറ്റ വാക്കുകൂടെ, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുങ്ങാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന രാജേഷ് വാസ്ത്രി മീറ്റിങ്ങിനകത്തുണ്ട്. കർത്താവിന്റെ ദാസനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. തന്ന നല്ല ബന്ധത്തിന് നന്ദി. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദേവദാസിനെ കൽപ്പിച്ച വചനങ്ങളുടെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അല്പസമയം നിന്ന് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കാൻ നന്നായിരിക്കും. പശ്ചാത്തലം അവസരമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, നമുക്ക് കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കേട്ടവരിൽ സ്പിരിറ്റ് ഓഫ് റിജക്ഷൻ, സ്പിരിറ്റ് ഓഫ് അബാൻഡൻമെന്റ് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് ചേർക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ലോദേബാറയിൽ ആയിരുന്നവനെ കുമാരന്മാരോട് കൂടി മേശയിൽ ഇരുത്തുവാൻ വിളിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ദാവീദിന്റെ സന്തതിയായവൻ നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ ആ ദൈവത്തിന് മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. രാജേഷ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധയാത്മാവ് ഈ രാത്രി ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ട അങ്ങയുടെ ഇമ്പമാർന്ന ആലോചനകൾക്കായി സ്തോത്രം. മാനുഷികമായ തിരസ്കരണങ്ങൾ കർത്താവെ ദൈവികമായ അംഗീകാരങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ഉന്നതമായ വിശ്വസ്തത കർത്താവെ, എവിടൊക്കെയോ ആരോടും പങ്കുവെക്കാതെ ഹൃദയത്തിനകത്ത് കർത്താവെ നെരിപ്പോടിൽ തീ കത്തുന്നത് പോലെ കത്തി നിൽക്കുന്ന ചില മുറിവുകൾ ഇന്ന് രാവിലെ മോശയെ കർത്താവെ ചേർത്തു പിടിച്ച ദൈവ സാന്നിധ്യം, കർത്താവെ തിരസ്കരിക്കപ്പെട്ടവരെ കർത്താവെ അതേ ചേർത്തു പിടിച്ച ദൈവത്തിന്റെ ഉന്നതമായ സ്നേഹം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആഴമായി ഇടപെട്ട അങ്ങയുടെ ഇടപെടലുകൾക്ക് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ വൃദ്ധിനെ അധികാരത്തോടും ശക്തിയോടും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ നിർത്തിയല്ലോ. അധരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണ ഓരോ ദൂതുകൾക്കകത്തും വ്യാപരിക്കപ്പെട്ട ദൈവശക്തിക്കായി സ്തോത്രം. ഞങ്ങൾ ആ ദൂതുകൾക്ക് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേരുടെ വിടുതലിന് വേണ്ടി, ഒത്തിരി പേരുടെ ആശ്വാസത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നല്ലോ. ഓരോ നിമിഷങ്ങളിലും ഞങ്ങളുടെ നടുവിൽ അങ്ങ് അയക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ ദൈവമേ, അതാത് സമയത്ത് വേണ്ടത് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പങ്കുവെക്കുന്നല്ലോ. കർത്താവെ, വ്യക്തിപരമായി കർത്താവെ അങ്ങിറങ്ങി ഇടപെട്ട ഒരു പകലാകയാൽ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ മൃത്യുവിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിന്റെ ഉന്നതമായ കൃപ പിന്നെയും പകരുമാറാകണം. തനായിരിക്കുന്ന ദേശത്ത് ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉപയോഗിക്കുന്നല്ലോ. അനേകരുടെ ആശ്വാസമായി ഞങ്ങളുടെ ദാസനെ കർത്താവ് തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തന്നെ തൻ്റെ കുടുംബത്തെ തലമുറകളെയും ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പിന്നെ ശക്തീകരിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ഓടുവാൻ അവിടുന്ന് ബലം പകരുന്നതിനായി സ്തോത്രം. കർത്താവ് പിന്നെ ഉപയോഗിക്കുന്ന ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവെ, തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തോമസ് നായിലിൻ്റെ ആൻറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായ പ്ലാറ്റ്ഫോം ഒരുക്കാൻ അങ്ങയുടെ ദാസനെയും ദാസിയെ സ്വർഗം ഉപയോഗിച്ചല്ലോ. കർത്താവെ, വ്യക്തിപരമായി ഇന്ന് പകൽ ഇടപെട്ട ദൂതുകൾക്കായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, ഈ വചനത്തിന്റെ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ കണ്ണുകൊണ്ട് കാണാൻ അങ്ങയുടെ ദാസനെയും ദാസിയെ സഹായിക്കുമാറാകണമേ എന്ന് അപ്പായോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുമാറാകണമേ. കൂടി വന്ന ഓരോ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ്, എല്ലാവരുടെ മേലും ഈ വചനം ഒരു വലിയ ആശ്വാസമായി പകരപ്പെട്ടതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതത്തിൽ അവിടെ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മുറിവുകൾക്കകത്ത് കിടക്കാനല്ലല്ലോ 40 വർഷം കർത്താവെ മുറിഞ്ഞുപോയ മോശയെ പർവ്വതമുകളിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം കർത്താവ് ഇന്ന് കേട്ടതുപോലെ ദൂതനെ ഇറങ്ങി ദൈവത്തിന് ഇറങ്ങാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി. ദൈവമേ, അതിന്റെ നടുവിൽ ഇറങ്ങി നിന്ന് നിയോഗമുള്ളവനെ വിളിച്ചു കയറ്റി. കർത്താവെ, അധികാരത്തിന്റെ നാവായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം ആ നാവിന്റെ മേൽ കർത്താവെ അങ്ങയുടെ വലിയ മഹത്വത്തെ വെളിപ്പെടുത്തിയ ചരിത്രം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഞങ്ങളോട് ഇടപെട്ടതുപോലെ കർത്താവെ, ഞങ്ങളുടെ ബലഹീനതയുടെ നടുവിൽ ഇന്ന് പകലിൽ അങ്ങയുടെ ബലം വ്യാപരിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. സന്നിധിയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തുന്നു. ആ ദൂതന്റെ ജീവനെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുകയാണ്. ഒരുമിച്ച് പരസ്പരം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. അടുത്ത ആഴ്ച കൂടി വരുന്നത് വരെ തിരുസാന്നിധ്യത്തിൽ മറക്കണമേ. കർത്താവ്, വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. മാനവും മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് നിരന്തരമായ സഹവാസവും കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവുവരെയും എന്നുമെന്നാളും ഇരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ജയം തന്ന പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. God bless you. താങ്ക് യു രാജേഷ് പാസ്റ്ററെ. ആർക്കെങ്കിലും